ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ എപ്പോഴും രാജാക്കന്മാരുടെ ചരിത്രം ഒരു വല്ലാത്ത സൗന്ദര്യപരമായി നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ രാജാക്കന്മാരും അവരുടെ പ്രഖ്യാപനങ്ങളും അവരുടെ പ്രസ്താവനകളും ഒക്കെ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് പഴയ കാലത്ത് ഒരു രാജാവ് എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവരുടെ പ്രജകൾക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ ചില രാജാക്കന്മാർ നടത്തുമായിരുന്നു. അങ്ങനെ രാജകൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ അധികാരത്തിന്റെ സോപാനങ്ങളിൽ വിരാജിപ്പിക്കുന്ന രാജാക്കന്മാരുടെ ധാരാളം കഥാമുഹൂർത്തങ്ങൾ ലോക ചരിത്രം പരിശോധിക്കുമ്പോഴും പലതുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാ. അതിൽപ്പെട്ട ഒരു രാജാവ് ഒരു ദിവസം ഒരു തമാശ തോന്നി തന്റെ മുമ്പിലേക്ക് വന്ന പ്രജകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പണ്ഡിതന്മാർ ആരൊക്കെയാണെന്ന് കൈ ഉയർത്താൻ പറഞ്ഞു. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ മുഴുവനും രാജാവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ ധാരാളമുണ്ടല്ലോ. ആ പണ്ഡിതന്മാരെല്ലാവരും ഓരോരുത്തരായി ഇങ്ങനെ കൈ ഉയർത്തിയപ്പോ രാജാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായ മറുപടി തരുന്നവർക്ക് അവരാഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് 10 മടങ്ങ് സമ്മാനങ്ങൾ ഈ രാജാവിന്റെ കയ്യിൽ നിന്ന് സമ്മാനിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പണ്ഡിതന്മാർക്കൊക്കെ വലിയ ആവേശമായി. രാജകൊട്ടാരത്തിന്റെ അകത്തളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതന്മാർ രാജാവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കാതോർത്ത് കാത്തിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യം വരികയാണ്. ലോകത്ത് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് ചോദ്യം. ഈ ലോകത്തെ പടച്ച, ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, സർവസരാചരങ്ങളെ പടച്ച ദൈവം തമ്പുരാൻ ലോകത്തെ തന്റെ അടിമകളാകുന്ന മനുഷ്യർക്ക് കൊടുത്തതിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് എന്നതായിരുന്നു രാജാവിന്റെ ചോദ്യം. പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖനും അറിയപ്പെട്ടവരുമായ ഒരു പണ്ഡിതൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, രാജാവിന്റെ ധൈര്യമാണ്. കാരണം പഴയ കാലത്തൊക്കെ രാജാവിനെ പുകഴ്ത്തി പറഞ്ഞാൽ ആ മറുപടിയാണ് രാജാവിനെ ഇഷ്ടപ്പെടുക എന്ന് അവർക്കറിയാം. അപ്പൊ രാജാവിന്റെ ധൈര്യമാണെന്ന് പറയുമ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് തന്നെ ഏറ്റവും നല്ല മറുപടി എന്ന് രാജാവ് സമ്മതിക്കുമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു, രാജാവിന്റെ ധൈര്യമാണ്. രാജാവിന്റെ ധൈര്യമാണ് ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറഞ്ഞപ്പോ രാജാവ് കളിയാക്കി തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമല്ല, നിങ്ങളോട് സാധാരണ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമല്ല ഇത്. എന്നെ പുകഴ്ത്തിയിട്ട് സമ്മാനം വാങ്ങാമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരിക്കലും എന്റെ ധൈര്യമല്ല, ലോകത്ത് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് ആ രാജാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞപ്പോ രണ്ടാമത്തെ പണ്ഡിതൻ മറുപടിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. രാജാവിനോട് രണ്ടാമത്തെ പണ്ഡിതൻ പറയുന്നു, അല്ലയോ രാജാവേ, അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന മനോഹരമായ വസ്ത്രങ്ങളാണ്, ഉടയാടകളാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത്. അങ്ങയുടെ രാജ്ഞിയുടെ തലയിലിടുന്നത് പോലെ, അങ്ങയുടെ രാജ്ഞിയുടെ ശരീരത്തിൽ ധരിക്കുന്നത് പോലെ ഒരു വസ്ത്രം ഈ രാജ്യത്തെന്നല്ല ലോകത്തെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് രാജാവേ, അങ്ങയുടെ പ്രിയതമയുടെ രാജ്ഞിയുടെ ഉടയാടകളാണ് എന്ന് രണ്ടാമത്തെ വ്യക്തി പറഞ്ഞപ്പോഴും രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും അതല്ല ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. മൂന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റു. രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ സ്വർണ്ണത്തണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കൊടിമരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്നാമത്തെയാൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുന്ന മനോഹരമായ ഈ കൊടിമരമാണ്. സ്വർണവും തങ്കവും മരതകവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ മനോഹാരിതയാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അതുമല്ല. ഓരോരുത്തർ ഓരോ മറുപടികൾ പറഞ്ഞു. രാജാവിനതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം അഞ്ചാമത്തെ പണ്ഡിതന്റെ അടുത്തേക്ക് വന്നപ്പോൾ അയാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ സിംഹാസനമുണ്ടല്ലോ, അങ്ങിരിക്കുന്ന സിംഹാസനം നമ്മളൊന്ന് നോക്കിയാൽ, നമ്മുടെ സാധാരണ കണ്ടുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണഞ്ചി പോകുന്ന അത്ഭുതത്തിന്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പറന്നു വരാനുള്ള തരത്തിലുള്ള രാജാവേ, അങ്ങയുടെ വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് ലോകത്ത് ദൈവം തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അങ്ങയുടെ ഈ മനോഹാരിത നിറഞ്ഞ കൊട്ടാരത്തിലെ സിംഹാസനമാണെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഒരിക്കലും ആ സിംഹാസനമല്ല, കൊടിമരമല്ല, എന്റെ ധൈര്യമല്ല, രാജ്ഞിയുടെ ഉടയാടകളും ആഭരണങ്ങളുമല്ല.
ഒരുപാട് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു, അതൊന്നും രാജാവിന് തൃപ്തിയായില്ല, അതൊന്നും യഥാർത്ഥ മറുപടിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരേ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ മറുപടി കേട്ടപ്പോൾ രാജാവിന് അത്ഭുതം തോന്നി എന്ന് മാത്രമല്ല, ധാരാളം സമ്മാനങ്ങൾ ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ കയ്യിലേക്ക് രാജാവ് എടുത്തു കൊടുക്കുകയാണ്. എന്തായിരിക്കും ആ മറുപടി? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു എന്താണ്? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ്? രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട പണ്ഡിതൻ പറയുകയാണ്, 1000 കുതിരകൾ വലിച്ചുകൊണ്ട് വന്നാലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്ത ഒന്നേ എന്ന് മാത്രമേ ലോകത്ത് മനുഷ്യനുള്ളൂ, ഒന്ന് മാത്രമേ ലോകത്ത് മനുഷ്യനുള്ളൂ എന്ന പണ്ഡിതൻ പറയുകയാണ്. 100 കോടി രൂപ നഷ്ടപ്പെട്ടാൽ രാജാവ് മനുഷ്യനെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങയുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ രാജാവെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാ. എന്നാൽ ഒരിക്കലും മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത 10,000-കണക്കിന് കുതിരപ്പടയാടുകളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിട്ടുകൊണ്ട് തിരിച്ചു വലിച്ചുകൊണ്ട് വന്നാലും രാജാവ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടപ്പെട്ടവരാണ് ഏറ്റവും വിലപിടിപ്പുള്ള വശേതെന്നറിയുമോ? ആ രാജാവിനോട് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു മനുഷ്യന് രൂപം കൊടുത്തിരിക്കുന്ന സമയമാണ്, അതൊരു മനുഷ്യന്റെ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന സമയമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മനോഹരമായ ഈ തീരത്തേക്ക് വന്നിരിക്കുന്നവര് അവസാനിതാക്കളുടെ സമയമുണ്ടല്ലോ, നിങ്ങളുടെ സമയമുണ്ടല്ലോ. ഇന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ലോകത്തല്ലാതെ പടച്ചതമ്പുരാ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമയം, ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നവന്റെ സമയമാണ്. ലോകത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 1427 അവസ്ഥയുണ്ടായിരുന്നു. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ച കണ്ടിട്ട് അമേരിക്ക തോറ്റുപോകണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിപ്പിച്ചു പോയപ്പോ ജപ്പാനിലെ സാമ്പത്തിക ശ്രേണി മുഴുവനും തകർന്നു പോകുകയാ. ജപ്പാനിലെ ബുദ്ധിരാക്ഷസന്മാർ മുഴുവനും ചത്തൊടുങ്ങുകയാ. എല്ലാ സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങളും തകർത്തെടുന്ന് തരിപ്പണമായി പോയപ്പോ ജപ്പാനിലെ പണ്ഡിതന്മാരാ ആൺകുട്ടികളെ പോലെ നെഞ്ചുതിരിച്ചു നിൽക്കുകയാ. ജപ്പാനിലെ ശാസ്ത്രീയ ലോകത്ത് മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അവരോട് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, ദൈവം നമുക്ക് തന്ന സമ്പാദ്യം പോകട്ടെ, നമ്മൾ ഇന്നുവരെ കണ്ടുപിടിച്ചു വെച്ചിരുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നഷ്ടപ്പെട്ടു പോകട്ടെ, പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഇനി ഒരു സെക്കൻഡ് ഒരാൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് പാഴാക്കി കളഞ്ഞാൽ ആ മനുഷ്യൻ പാഴാക്കുന്നത് 1000 വർഷത്തിന് തുല്യമാണ്. അതുകൊണ്ടൊരു സെക്കൻഡ് പോലും പാഴാക്കാതെ ജപ്പാനിലെ ബുദ്ധിരാക്ഷസന്മാര് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന്റെ നമ്പർ കണ്ടുപിടുത്തത്തിന്റെ പുരോഗതിയുടെ പദവിയിലേക്ക് എത്തിക്കാൻ ഇന്ന് മുതൽ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ജപ്പാനിലെ പണ്ഡിതന്മാർ ആഹ്വാനം നടത്തിയപ്പോ ഒരു സെക്കൻഡ് പാഴാക്കാതെ ജപ്പാനിന്റെ തിരുവോരങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാ. എന്തിനേറെ അന്ന് അമേരിക്ക ഭയപ്പെട്ടതിനേക്കാൾ ഏറ്റവും വലിയ ഭയപ്പാടിലേക്ക് ഇന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയേക്കാൾ പുരോഗതിയിലെത്തുകയാണ്. ചുരുക്കത്തിൽ ഇവിടെ വരെ പുരോഗതിയെത്തിയെന്നറിയോ? എന്തിനേറെ തിരുവനന്തപുരം ജില്ലയുടെ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല എന്ന തെക്ക് ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാൽ അതിന്റെ പിന്നിൽ മൈഡിയൻ ജപ്പാൻ എന്ന് എഴുതി വെച്ചിരുന്നാൽ അഭിമാനത്തോട് ഇത് ഒറിജിനലാണ്, ഇത് പാടാവുന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ജപ്പാനിന്റെ ബുദ്ധിവൈഭവം വളർന്നു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. ഇന്ന് അവസാനം ജപ്പാൻ കണ്ടുപിടിച്ചിരിക്കുന്നതെന്താ? 1000 നിലകളുള്ള കൊട്ടാരം പണിഞ്ഞാൽ ഒരു ഭൂമി വെളിച്ചത്തിലും ഒരു പേമാരിയിലും അത് തകർന്നു പോകില്ല. കൊടുങ്കാറ്റത്ത് പോലെ ആടുന്ന കൊട്ടാരങ്ങൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമിതാ കണ്ടുപിടിക്കാൻ പോവുകയാ. കൊടുങ്കാറ്റിൽ വീഴാതെ മറിയാതെ ആടുന്ന കൊട്ടാരങ്ങളെ ജപ്പാൻ എന്ന രാജ്യം കണ്ടുപിടിക്കാൻ പോകുന്നു. സമയം ഒരു പരിധിവരെ സർവ്വതും നഷ്ടപ്പെടുത്തിയപ്പോൾ ഇനി സമയം പാഴാക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചെടുക്കാമെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. മനുഷ്യന് അവന്റെ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആയും കിട്ടുന്നുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപവും കിട്ടുന്നുണ്ട്.
അവന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും. ഇപ്പൊ ഞാൻ ഇവിടെ ഇലാ ഹദറത്തി പറഞ്ഞ് ഫാത്തിഹ ഓതി തുടങ്ങുന്ന സമയം മുതൽ അള്ളാഹുവിന്റെ മലകളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്, ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവർക്ക് മാത്രം അത് കിട്ടുന്നുണ്ട്. നല്ല നെയ്യത്തോടെയാണെങ്കിൽ ഏറെ പ്രതിഫലങ്ങളാണ് കിട്ടുക. മലക്കുകളുടെ ഒരു ദുആ, നമ്മുടെ ഇടത്തും വലത്തും അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമയം ചെലവെടുത്തത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും അവന്റെ ദിക്ർ പറയാനും അവന്റെ ഖുർആൻ ഓതുവാനും അവന് വേണ്ടി സ്വർഗ്ഗത്തിന്റെ മജ്‌ലിസുണ്ടാതെ വിട്ട് കോടിക്കണക്കിന് മാലാഖമാരോടൊപ്പം ഇരുന്നുകൊണ്ട് ഇൽമാസ്വദിക്കാനും സമയം ചെലവെടുത്തവര് അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിന്റെ ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുമ്പോ ഒരുപാട് നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്കവിടെ ലഭിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകളെ പോലും ശപിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? അള്ളാന്റെ മലക്കുകൾ എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? ലോകത്തല്ലാഹു കുടിക്കരുതെന്ന് പറയുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കുടിക്കാൻ തുടങ്ങിയാൽ അവൻ നാളെ കള്ളു കുടിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്നിട്ട് കൂട്ടുകാരുമൊത്ത് കള്ളു ഷാപ്പിലേക്ക് പോയാൽ അവന്റെ മനോഹരമായ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് ഡിസംബറിന്റെ മനോഹരമായ തണുപ്പുള്ള രാത്രിയിൽ ഇളം തന്നെ അടിച്ചു വീശുമ്പോ അവന്റെ കൂട്ടുകാരുമൊത്ത് കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് ഒരു ക്ലാസ്സിലേക്ക് കുപ്പിയിൽ നിന്ന് മദ്യമെടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങിയ അവൻ തൗബ ചെയ്യുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ ശപിക്കുന്നടാ, നീ നശിച്ചു പോകുമടാ, നീ നരകത്തിൽ പോകുമടാ, നിനക്ക് വല്ലാത്ത പരാജയമാണടാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പടച്ചതമ്പുരാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഇങ്ങനെയാണ് നിന്റെ സമയം ചിലവഴിച്ചതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ ആ സമയം മുഴുവൻ കള്ളു കുടിച്ചിട്ട് ശാപം വാങ്ങാ ചിലവഴിച്ചു പോയാ ഇങ്ങനെയാണ് പടച്ചവന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തുക. സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വേദനയോടുകൂടെ പറയുകയാണ്, കഴിയുമെങ്കിൽ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഹിദായത്തിന്റെ ഒരു അണുവളവെങ്കിലും നിന്റെ മാനസാന്തരത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറയുകയാണ്. കണ്ണുകുടിച്ച ബോധമില്ലാതെ മാറിയ തള്ളുന്നു മക്കളെ ഉപദ്രവിക്കുന്ന കാപാലിക ഹൃദയത്തിന്റെ ഉടമകൾ ഈ മനോഹരമായ മജ്‌ലിസിൽ വെച്ച് ഉണ്ടാവുകയില്ല. എങ്കിലും അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ പഠിച്ചുകൊള്ളുക, അതിന്റെ ഭയാനകരമായ ആരാധനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പിന്നാലെ നമ്മൾ കടന്നുകൊല്ലാൻ പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഇന്നൊരു സിനിമ വിജയിച്ചാൽ കള്ളുകുടിക്കണം, ക്രിക്കറ്റ് വിജയിച്ചാൽ കള്ളുകുടിക്കണം, ഒരു വീട് വെക്കാൻ വസ്തു വാങ്ങിയാൽ കള്ളുകുടിക്കണം, വീടിന് കുറ്റിയടിക്കാൻ മേശിരി വന്നാൽ ആദ്യം മുതലാളി കുടിക്കും, പിന്നെ മേശിരി കുടിക്കും, കിണർ വെട്ടിയാൽ വെള്ളം കണ്ടാൽ സന്തോഷത്തോടെ കുടിക്കും, വെള്ളം കണ്ടില്ലെങ്കിൽ സങ്കടത്തോടെ കുടിക്കും. പ്രിയപ്പെട്ട ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി മക്കളില്ല, അവസാനം ഏതോ മജ്‌ലിസിന്റെ ദുആ കൊണ്ടൊരു കുഞ്ഞുണ്ടായ അന്ന് അവൻ മുഴുകുടിയനായി മാറി സന്തോഷം കൊണ്ട്. ഭാര്യ പ്രസവിച്ചത് ആണാണെങ്കിൽ 2 കുപ്പി, പെണ്ണാണെങ്കിൽ 1 കുപ്പി. സാധാരണ അക്കീകയുടെ കണക്കാണ് അങ്ങനെ പറയാ, 2 ആട് 1 ആടെന്നൊക്കെ. ഇത് അവൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇത് വെറും ഒരു തമാശയല്ല, നമുക്ക് എന്തുമാത്രം പിശാച് അതിന് താല്പര്യം തന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ഇന്ന് കേവലം ഒരു കള്ളുകുടി അതൊരു സ്റ്റാൻഡേർഡിന്റെ സിമ്പലായി. സഹോദരിമാര് ചോദിക്കൂലേ, നിന്റെ ഇക്ക കുടിക്കൂടി? എന്റെ ഇക്ക കുടിക്കൂല. പിന്നെ എന്താ ആണാന്ന് പറഞ്ഞ് നടക്കുക? അതൊക്കെ എന്റെ ഇക്ക അരിവായ പിന്നെ 4 കാലില്ല, റാഹത്തായി ജീവിതം. ചില സഹോദരിമാര് പറയില്ലേ, അതവർക്കൊരു അഭിമാനമാണ്. ചില സഹോദരിമാർക്ക് ഭർത്താവ് കള്ളുകുടിച്ചാൽ പിന്നെ വളരെ സൈലന്റ് ആണ്, ആർക്കും ഒരു ശല്യമില്ല, ഉപദ്രവമില്ല, വന്ന് സുഖമായി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കും, അങ്ങ് പോവും, വൈകുന്നേരം വരും, വെള്ളം അടിച്ചുകൊണ്ട് വരും, കിടന്നുറങ്ങില്ല. മക്കളെപ്പോഴും വാപ്പായ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കോലത്തിലും ആ രൂപത്തിലുമുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന സഹോദരിമാര് പോലുമുണ്ട്. ചിലപ്പോഴൊക്കെ ഈ സഹോദരിമാരും കുടിക്കലുമുണ്ട്. എങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അത് സജീവമായി, പെരുന്നാൾ കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് പെരുന്നാളടാ, കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ഓണം, കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ക്രിസ്മസ്. പക്ഷെ ഇതൊക്കെ ആര് ചെയ്താലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തന്ന എന്റെ പൊന്നാമന ചെറുപ്പക്കാരാ, ഒരിക്കലും നീ അതിനു വേണ്ടി മുതിരരുത്. നമ്മൾ തീരുമാനമെടുത്ത് ചങ്കുറപ്പോടെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിന്റെ ഉന്നതമായ നേട്ടങ്ങളാണ് അള്ളാഹു പടച്ചതും പോലെ നമുക്ക് തരാൻ പോകുന്നത്. ചെറിയ കാര്യമൊന്നും.
അതുകൊണ്ട് റോഡിലുള്ള കള്ളുകുടിയന്മാരെ കുറിച്ച് മാത്രം ഉസ്താദ് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട. ചില മിടുക്കന്മാരൊക്കെ ഉണ്ട് സ്റ്റാൻഡേർഡ് കുടിയന്മാർ. വീട്ടിൽ രാത്രി മക്കളൊക്കെ ഉറങ്ങുമ്പോൾ ഐഷ ആ സോഡ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഐഷാത്ത സോഡ കൊണ്ടുവരും, ഐസ് ഇട്ട് കൊടുക്കും. അതിങ്ങനെ ഇരുന്ന് പിന്നെ കാന്റെ കൂടെ ടെറസിന്റെ മുകളിലിരിക്കും ഇക്കൊരു രസത്തിന് വേണ്ടി അല്ലെ. അത് ഭർത്താവിന്റെ ജീവിതത്തിന്റെ ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറഞ്ഞ് അങ്ങനെയാണ് വശീകരിച്ചു വെച്ചിരിക്കുക. എന്റെ ഭർത്താവിന് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ശാരീരികമായിട്ടൊരു സന്തോഷമുള്ളൂ. എനിക്ക് നീയല്ലേ ഉള്ളൂ, ആരെടുത്തും നീ പറയരുത്, എന്റെ കച്ചയല്ലേ, കച്ചി ഇഷ്ടംപോലെ വിളിച്ചോളൂ, ആര് പറയും, ഞാനല്ലേ ഉള്ളൂ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യ ലോകത്തൊരാളോടും പറയാതെ ഭർത്താവിന് വളം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത് ദുനിയാവ് മാത്രമാണ്, ഇത് ചതിയുടെ ലോകമാണ്, ഇത് വഞ്ചനയുടെ ലോകമാണ്. അത് ഒരിക്കലും മറക്കല്ല ഉമ്മ, ഒരിക്കലും മറക്കല്ല ഉമ്മ. ആരാണ് കള്ള് ഹറാമാക്കാൻ മുത്ത് നബിയോട് വന്ന് പറഞ്ഞതെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ എന്തോ നിനക്ക് ഉറക്കം വരികയാണ്. അച്ഛന്റെ പേര് പറയുമ്പോ ഉണരുന്നവരെ, ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പേര് പറയുമ്പോ ആവേശത്തോടെ കരുപിടി വീടുന്ന പുലിക്കുട്ടികളുടെ വീര്യവും വാശിയും കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഉമർ റളിയല്ലാഹു അൻഹു എന്ന പേര് പറയാനുള്ള യോഗ്യത പോലും എന്റെ പ്രിയപ്പെട്ട നമുക്കില്ലടാ. നിങ്ങൾക്കെന്തേ ഒരു മൗനം? നിങ്ങൾക്കെന്തേ ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ധീരത കാണിച്ചവത്തിന് നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ? പുറച്ചോടിന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വിട്ടുകൊണ്ട് വിട്ടന്റെ വിട്ടുകൊണ്ട് അതുമല്ല ഇല്ലാഹയില്ലല്ലോ അന്നൊക്കെ റസൂലുള്ളോ എന്നൊരു ഷഹാദത്തുകളെ പറഞ്ഞപ്പോ ആകാശം വിറച്ചോടെ ഭൂമി വിറച്ചതോറ മക്കവല്ലാതെ വിറങ്ങണിച്ചു പോയ ദിവസത്തിന്റെ ഉടമയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒന്നുകൂടി വിടങ്ങട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് നല്ല ആവേശത്തിൽ വരട്ടെ. നിങ്ങൾ ഉറങ്ങിയാൽ ഞാനും ക്ഷീണിച്ചു പോകും, പെട്ടെന്ന് നിർത്തിയിട്ട് ഞാനും എന്റെ പാട്ടിന് പോകും. ആവേശം വേണം ചെറുപ്പക്കാരാ. ഇവരക്കാരാ നമ്മുടെ മുന്നിലൂടെ മുള്ളിലൂടെ മൂർക്കമ്പാടിലൂടെ മുള്ളിലൂടെ കുപ്പിച്ചിലൂടെ മുറിയാരം നടന്നു പോലെ കാൽപ്പാടത്തിന്റെ ഉടമകളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു നമ്മുടെ തർബിയത്ത് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ അറേബ്യയുടെ കള്ള് കമ്പനിയുടെ ഉടമസ്ഥനായി, ഏറ്റവും വലിയ കള്ള് കമ്പനിയുടെ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ ദീനിൽ ആദ്യം കള്ള് ഹറാമല്ലായിരുന്നു. ചില ചെറുപ്പക്കാർ പറയും, ഓ പിന്നെ ആരളിയാ അത് ഹറാമാക്കിയത്, അത് ഹറാമായതുകൊണ്ടല്ലേ. നിങ്ങൾ വിചാരിച്ചെന്തെന്നറിയോ? ഈ പലരും വിചാരിക്കുന്നത് ഉസ്താദുമാർക്ക് ആ കള്ളിന്റെ എഫക്ട് അറിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അറിയാത്തത് കൊണ്ടല്ല, അത് കുടിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ അത് ഹറാമാണ്. ഹറാമ് പിശാച് ഏതെങ്കിലും രീതിയിൽ സുഖവും രസവും തന്നെ സ്വീകരിക്കാൻ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല, അവന് പരാജയമാണ്. അതിന്റെ പിന്നാലെ പോയാൽ അവന് പരാജയം ഉറപ്പാണ്. അപ്പോ ആദ്യം ഹറാമല്ലായിരുന്നു. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി. കാരണം കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ ഒരു വല്ലാത്തൊരവസ്ഥ. കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരമാണ് ഏറ്റവും വലിയ ലഹരി ഒരു വിശ്വാസിക്ക്. അട്ടക്കുളങ്ങര പള്ളിയിൽ ഞാൻ 1.5 വർഷം 2.5 വർഷം ജോലി ചെയ്ത അട്ടക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൽ ഇപ്പോ ഒരു 17 ദിവസത്തിന് മുമ്പ് 34 or 35 വയസ്സുള്ള ഒരു സഹോദരൻ നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ മരണപ്പെട്ടു. കുതിക്കണം ചെറുപ്പക്കാരാ. ബിവറേജിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നവർക്ക് അത് കിട്ടുകയില്ല. പൂരപ്പറമ്പിൽ നിരങ്ങാൻ പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. ഉമ്മായെ ചവിട്ടിയിട്ട് താലി പൊട്ടിച്ച് തണയപ്പെടുത്തിയിട്ട് വ്യഭിചാരത്തിന് പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ പള്ളിയിൽ വന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞു. സുഹൃത്തുക്കൾ പറഞ്ഞു, എന്നാ നീ ഇമാമത്ത് നിൽക്കുക, നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അവൻ ഇമാമത്ത് നിന്നു. 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ എഴുന്നേറ്റില്ല. ആ അട്ടക്കുളങ്ങര പള്ളിക്ക് അകത്ത് കിടന്നു മരണപ്പെട്ടു. എന്തൊരു ഭാഗ്യമാണ്! ഉദോടുകൂടി
സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി പറഞ്ഞുകൊണ്ട് കിടന്ന് മരിക്കാനുള്ള ഒരു അവസരം അല്ലാഹുവേ നല്ല മരണം ഞങ്ങൾക്ക് തരണമേ അല്ലാഹ്. എന്നാണ് ഞങ്ങളൊക്കെ മരിക്കുന്നതെന്നറിയില്ല. സുഹൃത്തുക്കൾ പറയലുണ്ട്, സാറേ നിങ്ങൾ അറിഞ്ഞു അയാൾ മരിച്ചിരിക്കുകയാണ്, ആ വീട്ടിലെ ഉമ്മ മരിച്ചിരിക്കുകയാണ്, ഈ വീട്ടിലെ ഇത്ത മരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ നമ്മളൊക്കെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. എപ്പോഴാണെങ്കിലും റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ സാധുക്കളാണ് ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല റബ്ബേ. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മദ്യം ഹലാലാകുന്ന കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഈ മദ്യം ഒരു വല്ലാത്ത അപകടം തന്നെയാണ് നബിയേ. എനിക്ക് ആ മദ്യം നിരോധിച്ച 3 ഘട്ടങ്ങൾ നിങ്ങളോട് വിശദീകരിക്കണമെന്ന് താല്പര്യമില്ല. അത് വിശദീകരിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ ആ ഘട്ടമൊന്ന് വെറുതെ പറഞ്ഞു പോകുകയാ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അവസാനം നിസ്കരിക്കുമ്പോ അന്തും സുഖാറാ, ലഹരി പിടിച്ചവരായിട്ട് നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ പിന്നെ കണ്ടുകൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാ. അത് വിടുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും മുത്തറസൂലിന്റെ ചാരത്ത് വരികയാ. യാ റസൂലല്ലാഹ്, പോര നബിയേ, ഒരിക്കൽ കൂടി ഒരു ശക്തമായ തീരുമാനം വേണം നബിയേ. കള്ളൊരുപാട് അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാ. കള്ള് സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റുജ്സുൻ മിൻ അമലി ശൈത്താൻ. അത് പിശാചിന്റെ കളിവിനോദമാണ്, അത് പിശാചിന്റെ പ്രക്രിയയിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ വിടുന്നുകൊള്ളുക എന്ന് അല്ലാഹു നിങ്ങൾക്ക് വിജയം കിട്ടുന്നതിന് അതിനെ നിങ്ങൾ വിടുന്നുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ അറേബ്യൻ രാജ്യത്ത് കള്ളു രാജാക്കന്മാർ എത്രയാ ഉണ്ടായിരുന്നത്. എല്ലാവരും തട്ടിക്കളഞ്ഞില്ലേ? കള്ളിന്റെ കോട്ടകത്തലങ്ങളൊക്കെ അറേബ്യൻ മണ്ണിൽ തകർത്തിരുന്നില്ലേ? കള്ളിന്റെ അരികുകൾ ഇങ്ങനെ ഒഴുകിപ്പോയില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ? മുത്തറസൂല് ആവശ്യമില്ലെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ? എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പൊട്ടിക്കടഞ്ഞു പോരാ സഹാബത്തിന്റെ അനുചരന്മാരെ. 30 ദിവസം റമളാനിന്റെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കടഞ്ഞ് ദുആ ചെയ്തിട്ട് പെരുന്നാളുകാരൻ കഴിഞ്ഞ് കൂട്ടുകാരന്റെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലും മൂവാലാണ്ടിലേക്ക് പോയിട്ട് റൂമെടുത്തിട്ട് കള്ളുകുടിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ. കന്യാകുമാരിയിൽ 3 മാസം കൂടുമ്പോ എവിടെയെങ്കിലുമുള്ള ഒരു പേരിടിച്ച് പെണ്ണിനെയും കൊണ്ടുപോയി റൂമെടുത്തിട്ട് അതേ മദ്യവും മധുരാശിയുമാറി സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരാ, മോനെ കള്ള ചെറുതായി പോയി, കബറ് മറന്നുപോയി, പരലോകം മറന്നുപോയി. പേടിക്കണമടാ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നശിപ്പിക്കാറുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആശയത്തെ നശിപ്പിക്കാറുണ്ടല്ലോ. അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നിനക്ക് കൈ തന്നത് നീ ചോദിച്ചിട്ടല്ല, നിനക്ക് കാല് തന്നത് നീ ചോദിച്ചിട്ടല്ല. വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെടുന്ന 360 ഗ്രാം മാത്രം പാരമ്പര്യ ഹൃദയമുണ്ടല്ലോ. ഉമ്മായുടെ ഉദരത്തിനകത്ത് നിന്റെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്തിരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിനോട് ചോദിച്ചത് കൊണ്ടല്ല, പടച്ചോന്റെ അനുഗ്രഹമല്ലേ. എന്നിട്ടാ പടച്ചോനെ മറന്നുകൊണ്ട് ആ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, ഖുർആൻ പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ അതിനെ വർദ്ധിക്കണം, വെടിയണമെന്നാണ്. ഈ ആയത്തിൽ കള്ളിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു. കള്ള്, ചൂതാട്ടം, അതായത് ചീട്ടുകളിയൊക്കെ ഉണ്ടല്ലോ. ചില സ്ഥലത്തൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കണ ഉണ്ടാത്തൊന്നും കൂട്ടപ്രാർത്ഥന നടക്കുകയാണ്. മരത്തിന്റെ ചൂട്ടിൽ വട്ടം കൂടി ചെവിയിൽ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ ഉണ്ടാത്തൊന്നും അല്ലോ എത്ര മൂലിസീകളായ അല്ലേ. അടുത്ത് നിന്നിരിക്കുമ്പോഴാ കിതാബ് മാറിയത് നമ്മൾ അറിയണം. അപ്പൊ ഇതുപോലെ ചൂതാട്ടവും ചീട്ടുകളിയും പന്തയം വെക്കലും
ഇതൊക്കെ ഹറാമാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ബിംബാരാധനയും നിങ്ങൾ വർദ്ധിക്കുക. ബിംബാരാധന എന്തിനാ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസികളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. ബിംബാരാധന നടത്തുന്നവരെ വിശ്വസികളെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. എന്തിനാ ഇവിടെ അങ്ങനെ പറഞ്ഞേ? ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് ബിംബാരാധനയെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ ബിംബാരാധന എന്ന് പറയുന്ന ആ വൃത്തികളിൽ നിങ്ങൾ വർദ്ധിക്കണമെന്ന് ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു. ആ രജിസിനെയാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രജിസിനെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. രജിസും മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ ഒരു ചതിയുള്ള ഒളിഞ്ഞു കിടക്കുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. കള്ളിനെയും ബിംബാരാധനയും അള്ളാഹു ഒരുപോലെ കണ്ടു. കള്ളിനെയും ബിംബാരാധനയും അള്ളാഹു ഒരുപോലെ കണ്ടു എന്ന് മാത്രമല്ല, ഉത്തറസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളു കുടിക്കുന്നവൻ തൗബയില്ലാതെ മരിച്ചുപോയോ, കള്ളു കുടിക്കുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയോ. തൗബ എന്ന് പറഞ്ഞാൽ വെറുമൊരു അസ്തഗ്ഫിറുല്ലാഹൽ അലീമല്ല. അവൻ കുടിച്ചുപോലെ കള്ളിനേക്കാ കണ്ണീരവന്റെ കണ്ണിൽ നിന്ന് പൊട്ടിവിടുകയാണ്. ഇല്ല ഞാൻ കുടിക്കൂല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരന്ന് പടച്ചവരോട് എഗ്രിമെന്റ് ചെയ്യുന്നത് വരെ, കരാറ് ചെയ്യുന്നത് വരെ, അതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയാൽ അവന് കൊടുക്കുന്ന ആരാധന തന്നറിയുമോ? ബിംബാരാധന നടത്തുന്ന കുഫാറുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആരാധില്ലേ? ആ ആരാമാണ് പേര് മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് കള്ളുകൊടുത്തവര്. നിങ്ങൾക്ക് അല്ലാഹു തരുന്നതെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, കള്ളുകൊടുത്താൽ ആ കുടിച്ച് തൗബ ചെയ്യുന്നത് വരെ മലക്കുകളുടെ ശാപമാണ്. 15 വയസ്സിൽ കുടിച്ചവര് 60 വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുമ്പോ ഇത്രയും വർഷം നീ തൗബ ചെയ്യാറ് ജീവിച്ചു പോയാൽ ആ സമയം മുഴുവനും മലക്കുകളുടെ ശാപമാണ് നിനക്ക് കിട്ടുന്നതില്ല. ഒരു മനുഷ്യനും മരണപ്പെട്ട പള്ളിപ്പറമ്പിലേക്ക് പോയാൽ അവൻ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന പടച്ചവോടെ കൊട്ടാരങ്ങളല്ലാതെ ഒന്നും അവന്റെ കബറിന്റെ കത്ത് കിട്ടുകയില്ലെന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. ഇവിടെ ചെയ്തതല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ഉമ്മ, ഇവിടെ ചെയ്തതല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള സഹോദര, ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തിട്ടില്ല. അന്നപ്പോഴോ ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ വേറെ സാധനമാണടാവെന്ന് കുടിച്ചു നോക്കടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അരഗ്ലാസ് വെച്ച് വന്നപ്പോ കുടിച്ചു പോകടാ പൊന്നുമോനെ. അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്യുന്നത് വരെ അള്ളാന്റെ ശാപം നിനക്കുണ്ടടാ. നിന്റെ നിസ്കാരം പിന്നെ സ്വീകരിക്കൂല, നിന്റെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കൂല. മരണപ്പെട്ട് പള്ളിപ്പറമ്പിലേക്ക് നിന്റെ വയ്യത്ത് കൊണ്ടുവെക്കുമ്പോ മരണത്തിന് മുമ്പ് ചെയ്തതല്ലാതെ ആ കബറിന്റെ അകത്ത് ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല ചെറുപ്പക്കാരാ. എത്രയോ സഹോദരിമാരുടെ നിന്ന് കരയുന്നുണ്ട്. ഉസ്താദേ, ഇന്ന് പ്രസംഗത്തിന് വന്നപ്പോൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെന്റെ മുഖത്തെടുത്തതാ കള്ളു കുടിച്ചുകൊണ്ട് വന്ന് എന്നില്ല എന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണമിട്ട് കാത്തിരിക്കുന്ന പാത്രമെടുത്ത് വലിച്ചെറിയുന്നതാ. എന്റെ മുടുക്കത്തിന് പിടിച്ചിട്ട് ചുവരിലേക്ക് എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നതാ. എന്റെ മക്കൾക്ക് വാപ്പയെന്ന് പറഞ്ഞാ പേടിയാ, എന്റെ മക്കൾക്ക് ഉപ്പ വരുന്നെന്ന് പറഞ്ഞാ ഭയമാണ്. അങ്ങനെ എത്രയോ കുടുംബിനികളുണ്ട്. ഒരു സമാധാനമുണ്ടോ മുസ്ലിമേ? ഒരു സ്വസ്ഥതയുണ്ടോ മുസ്ലിമേ? നിങ്ങൾ പലരും പറയുമല്ലോ കള്ളൂര് മനുഷ്യന് സമാധാനം കൊടുക്കുന്നതാ. ഒരു സമാധാനമുള്ളതോ ഇന്ന് വരെ കള്ളു പിടിച്ചിട്ട് സമാധാനം കിട്ടിയെന്ന് പറയുന്നവനാരാ? നടുറോട് കിടന്ന് പട്ടുമൂത്രമെടുക്കുന്ന വാതിറന്ന് കൊടുക്കുന്നവനെന്ത് സമാധാനമാ? പ്രിയപ്പെട്ട മാതാവിനെ പോലെ കാമുകിയായി കണ്ടിട്ട് മാനഭംഗത്തെടുക്കുന്നവനെന്ത് സമാധാനമാ? 2.5 വയസ്സുള്ള കുഞ്ഞിനെ ഉമ്മാടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് വേറെമില്ലാതെ കള്ളു പിടിച്ചിട്ട് പറിച്ചിട്ട് മാസത്തില് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ്
ഇങ്ങനെ വാങ്ങിയിട്ട് അല്ലാഹുവേ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന പിതാവിനെന്ത് സമാധാനമാണ്. സാധുവായി നിസ്കരിച്ച് മുസല്ലൂരിയെന്ന് പൊട്ടിക്കറിയുന്ന പ്രിയപ്പെട്ട ഭാര്യ നടുവിലേക്ക് ബോട്ടിട്ട് കിട്ടുന്ന കണ്ടുപിടിയെന്ത് സമാധാനമാ. ഓരോ അതിലൊരിക്കലും സമാധാനം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിലൊരുപാട് വിഷമുണ്ട് പോരെ, അതിലൊരുപാട് അപകടമുണ്ട് പോരെ. ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞത് നീ എന്ത് വിജയത്തിൽ കണ്ടുപിടിച്ചാൽ അത് വേണമെന്ന് വാശി പിടിച്ച് അതിന്റെ ഒരുപാട് ഭവിഷ്യത്ത് നീ അനുഭവിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. وآخر الحياة الدنيا فإن الجحيم هي المأوى. നിങ്ങളുടെ നസീഹത്തുകൾ കൊണ്ടൊന്ന് ഞങ്ങൾ നന്നാകാൻ പോകുന്നില്ല. വേണ്ട മോനെ വേണ്ട. പക്ഷെ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിന്നോട് പാലിക്കുകയാണ്. എന്റെ ഉത്തരവാദിത്വം ഇവിടെ 2 മണിക്കൂർ കഴിയുമ്പോ തീരുകയാ. ഞാനിവിടെ നിറങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ കുഞ്ഞുമോനെ യാദർശികമായിട്ടെങ്കിലും ഇത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവര് അല്ലാഹുവോട് സമാധാനം പറയണവരോ ഒരിക്കലും നിനക്ക് ഒടിഞ്ഞു മാറാൻ പറ്റൂല. ഇനി അതിലൊന്ന് ഞങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വഴിവെട്ടിപ്പോയവര് ഇന്നൽ ജഹീമഹിയൽ മഅ്വാ. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് കള്ളാണെങ്കിൽ കൊടുത്തുകൊള്ളുക. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് പെണ്ണാണെങ്കിൽ കൊടുത്തുകൊള്ളുക. നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് എന്ത് തെമ്മാടിത്തരമാണെങ്കിലും കൊടുത്തുകൊള്ളുക. അല്ലാഹുവേ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ അല്ലാഹ്. അതിന് ഏറ്റവും അധികം ഈ ഹറാമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് കാരണം നമ്മുടെ കൂട്ടുകെട്ടാണ്. നിങ്ങൾ ഇവിടെ വന്നത് പല സൈസ് കൂട്ടുകാരാണല്ലോ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ കൂട്ടുകാരുടെ സംസാരം അതാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ നല്ലതാണോ ചീത്തയാണോ എപ്പോഴറിയാം. ബൈക്കിൽ കയറി മുമ്പോട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കണം ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അറിയാം ബാക്കി വരെ പ്രസംഗം. പിന്നെ അയാൾ പോടോ കേരളത്തിൽ മൊത്തം കള്ളുകൂടി അങ്ങനെ പോടെ എടുത്തുകൊണ്ട് ഇതൊക്കെ സുഖമില്ലാതെ ചുമ്മാ 2 മണിക്കൂർ അയാൾക്ക് എന്തെങ്കിലും പറയണം. അങ്ങനെ യവനാണ് വർഷക്കേട് ഇപ്പൊ പറഞ്ഞില്ലേ. സുബ്ഹാനല്ലാഹ് ഇവൻ കള്ള് കണ്ടുപിടിച്ചല്ല വാപ്പായ. കാരണം പിശാച് അവനോടൊപ്പമാ. അങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെയാണ് നിങ്ങൾ പ്രസംഗത്തിന് വന്നതെങ്കിൽ നിന്റെ കാര്യവും പോക്കാം. ഇനി ഒരുപക്ഷെ അവനെ നന്നാക്കാനുള്ള നീയത്തിലാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ അവൻ നന്നാവും. നീ കൂടി കുടിയനാവരുത്. അത് സൂക്ഷിക്കണം. മറ്റൊരു കൂട്ടുകാരൻ പറയുന്നു ശരിയാണടാ, അത് പറഞ്ഞത് ശരിയാ. എത്ര കോടിക്കണക്കിന് രൂപയാ പോയത്. എത്ര ലക്ഷക്കണക്കിന് കുടുംബ ബന്ധങ്ങളാ തകർന്നടിഞ്ഞത്. പറഞ്ഞത് വെറുതെയല്ല. നമ്മളും പലപ്പോഴും അതിനടിച്ചായി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനാണുള്ളതെങ്കിൽ നീ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. കൂട്ടുകെട്ട് നിയന്ത്രണം വന്നാൽ ആണയിട്ടുകൊണ്ട് ഞാൻ പറയുന്നു നമുക്ക് അൽഹംദുലില്ലാഹ് ഈ കല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കൂട്ടുകെട്ടിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ ഏത് മൊയ്ലിയാര മോനാണെങ്കിലും ശരി, ഏത് വലിയ കുടുംബത്തെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, അവൻ ഒളിഞ്ഞും തെളിഞ്ഞും കുടിക്കുമെന്നുള്ളത് 101% ഉറപ്പാണ്. കൂട്ടുകെട്ട് ക്ലിയർ ആക്കിയാൽ ഞാൻ പറയുന്നത് രക്ഷപ്പെടാം. ഉറപ്പായും നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ അൽമർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ആരാണെന്റെ കൂട്ടുകാരൻ, ആരാണെന്റെ കൂട്ടുകാരൻ എന്ന് നോക്കിക്കൊള്ളട്ടെ. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രസംഗത്തിന് വന്ന ചുറുചുറുക്കുള്ള അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, ആരാ നിന്റെ കൂട്ടുകാരനെന്ന് ചിന്തിച്ചു നോക്കുക. ആരാ നിന്റെ സഹപാഠി എന്ന് ചിന്തിച്ചു നോക്കുക. നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ഗൗരവത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നല്ല നല്ല കൂട്ടുകാരില്ലെങ്കിൽ ലാലൈത്തനീലം അത്തഹുരു ഫുലാനൽ ഖലീല. നീതിപീഠത്തിന്റെ പരമോന്നതമായ പടത്തരമ്പുരാന്റെ നീതിപീഠത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുന്ന സമ്പുപെടുത്ത മനോഹരമായ മത്സരാവൻസഭയില്ലേ. വിശ്വാസികൾക്ക് സ്വർഗം കിട്ടുന്നവർക്ക് മനോഹരവും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ ഭവിഷ്യത്തുമാകുന്ന പരലോകത്തിന്റെ തിരുമുറ്റത്തിൽ നിന്നുകൊണ്ട് ആ കൂട്ടുകാർ പറയുന്നതെന്താ? എത്രയോ പ്രസംഗം കേട്ട് നന്നായാമ്പോ എന്നെ സമ്മതിക്കാത്ത എന്റെ കൂട്ടുകാരുണ്ടല്ലോ. ഹറാമിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് മോശത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിന്തിച്ചപ്പോ അതിലേക്കൊന്ന് കയറേതി വിട്ടോടെ എന്റെ കൂട്ടുകാരുണ്ടല്ലോ. നമ്മത്തഹുരു ഫുലാനെന്ന് ഖലീല. പടച്ചവരെ അവനെന്റെ കൂട്ടല്ല എന്നെങ്കിലും
ഞാൻ രക്ഷപ്പെടുമായിരുന്നുവല്ല. പരലോകത്ത് സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണു വാങ്ങിത്തന്നവനില്ല, വിപരീതന് കൂട്ടുന്നവനില്ല, ലോകത്ത് കയ്യിട്ടുകൊണ്ട് വസാദ് പറഞ്ഞവരില്ല, ഈപത്ത് പറഞ്ഞവരില്ല, ഹറാമിന് പോയവരില്ല, വഞ്ചനയ്ക്കും മോഷണത്തിനും കൂട്ടുന്നവരില്ല. സ്വന്തം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മത്സരയില് എന്റെ മഞ്ഞവരയില് കൂട്ടുകാരാ ഒരാൾക്കും പറയാനിടവരല്ലേ. അവനെന്റെ കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട് ഒരവസ്ഥ വരല്ലേ. അവള് നീ മിനസ്സക്കിരി അല്ലാഹു എത്ര മജ്‌ലിസിൽ നിന്ന് ഞാൻ നന്നാവണമെന്ന് തീരുമാനിച്ചതാ പടച്ചവര്. പക്ഷെ എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല, എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ കേരളമാണ്. ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷെ എന്റെ സഹോദര, കണ്ടുപിടിക്കാൻ നിർബന്ധിക്കുന്ന രാഷ്ട്രീയം നിനക്ക് വേണോ എന്ന് ചിന്തിക്കുക. കണ്ടുപിടിക്കാൻ നിർബന്ധിക്കുന്ന സംഘടന നിനക്ക് വേണമോ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോ, ഒരു ഗാനമേളയ്ക്ക് 10 പേരെ കൊണ്ടുവന്ന് പാട്ട് നടത്തുമ്പോ ആ 10 പേർക്ക് കണ്ണുകുത്തി എടുത്തു കൊടുക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിം നാമധാരികളാണ് ചെറുപ്പക്കാരാ. പൊന്നുപോരെ, അത് വല്ലാത്ത സങ്കടമാണടാ. അള്ളാന്റെ ഹൗദുൽ കൗസർ വേണ്ടേ, മുത്തറസൂലിന്റെ മുഖം കാണണ്ട്, പിന്നാറ് നബിതങ്ങളുടെ മുത്തം കിട്ടണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരനെ എടുത്ത് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും ഉസ്താദ് എനിക്ക് നല്ല കൂട്ടുകാരനില്ല, ഞാൻ കണ്ണുകുടിക്കുന്നവന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നത്, പക്ഷെ ഞാൻ കുടിക്കൂല ഉസ്താദ്, ഞാൻ കുടിക്കൂല ഉസ്താദ് എന്ന് പറയുന്നവര് നിങ്ങളുടെ മനസ്സ് വെക്കുന്ന ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂലുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുകയാണ്, മൻ ജലസ മൻ ജാലസഹു, കള്ളുകുടിയന്റെ കൂടെ ആരെങ്കിലും പോയി ഇരുന്നാൽ, അവന്റെ കൂടെ ആരെങ്കിലും സഹകരിച്ചാൽ, കള്ളുകുടിയനോടൊപ്പം ആരെങ്കിലും യാത്ര ചെയ്താൽ, ഹശറഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്ത് നാളിൽ അന്ധനായിട്ടവനെ അല്ലാഹു കൊണ്ടുവരുന്നതാ. കള്ളുകുടിയനെ കുട്ടിപ്പോയ ഭാര്യമാര് ഭർത്താവിനോടൊപ്പമല്ലേ നിങ്ങളിരിക്കുന്നത്. കരയുക നിങ്ങളെ, പൊട്ടിക്കറന്നുകൊണ്ട് ദ്വാരക്കുക. കള്ളുകുടിയനാണ് ഭർത്താവിൽ നിന്നൊരു സവട. ആ ഭർത്താവിന്റെ ദുർഗുണമെന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി അള്ളാനോട് ദുആ ചെയ്യണം നിങ്ങള്. എന്റെ മഞ്ഞമലയിൽ എന്റെ ഉമ്മയുടെ സഹോദരങ്ങൾ താമസിച്ചിരുന്ന നാടാണ് മഞ്ഞമല. എന്റെ ഉമ്മയുടെ നാടാണ് വേങ്ങോട്. എന്റെ ഉമ്മമാരെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മ, എന്റെ പെങ്ങളെ പോലെ കാണുന്ന മഞ്ഞമലയിലെ പെങ്ങള് ഒരു 6 വർഷത്തെ പാലോട് മുസ്ലിം ജമാഅത്തിന്റെ ജോലി കൊണ്ട് അൽഹംദുലില്ലാഹ് വേങ്ങോടും കൊയ്യയിലും 16 ബാബറമ്പലവും പോത്തങ്കോടുമുള്ള എത്രയോ ഉമ്മമാര്, എത്രയോ കുടുംബക്കാര്, എത്രയോ ചെറുപ്പക്കാര് ഇന്നും എന്റെ പടമുഖത്തിനകത്ത് ഞാൻ സ്നേഹിക്കുന്നെങ്കില് നിങ്ങളിൽ പലരും പറയുന്നുണ്ടല്ലോ, ഉസ്താദിനെന്ന വല്ല പേരും പെരുമയും വലിയ പള്ളിയൊക്കെ ആയിപ്പോയപ്പോ നിങ്ങളെ മറന്നുപോയി ഉസ്താദിന് അഹങ്കാരമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, അഹങ്കാരം കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാ പൊന്നുമോന്, സമയമില്ലാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. ഇന്ന് പ്രവാസനം കിടന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ 8 മണിക്ക് വള്ളക്കടവ് പള്ളികളിലേക്ക് പോയിട്ട് കിടന്ന് വനിതാ ക്ലാസ് കിടന്ന് വൈകുന്നേരത്തെ പരിപാടികൾ മുഴുവനും കിടന്നിട്ട് ഈ ക്ലാസ്സിൽ വന്ന് ഇതും കിടന്നിട്ട് വീട്ടിലേക്ക് പോയി നാളെ സുബഹി കിടന്ന് ഇവിടെ നടത്ത പരിപാടിക്ക് വേണ്ടി ഒരാഴ്ചത്തേക്ക് യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിങ്ങളോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. വേറെ എവിടെ പോയി പ്രസംഗിച്ചാലും എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നില്ലേ. എന്റെ പൊന്നുമോര് കറിയിൽ നിന്ന് രക്ഷപ്പെടണം മോര്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരിക്കലും നിന്നെ ഓർത്തുകൊണ്ട് വീട്ടിന്റെ കത്തിരുന്ന് പൊട്ടിക്കരയാൻ പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഓർന്നുകൊണ്ട് ഒരിക്കലും നിലവിളിക്കാൻ പാടില്ല. നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ ഉമ്മ ഒരിക്കലും പൊട്ടിത്തകർന്ന മനസ്സോടോട് കഴിയാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, ചാവക്കാട് ഭാഗത്തിരുന്ന് 1 മാസം മുമ്പ് ഒരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചതാ, ഉസ്താദേ എന്റെ പൊന്നുമോൻ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചതെന്തിരെന്നറിയോ, എന്റെ പൊന്നുമോൻ ഇന്ന് തൗബ ചെയ്തുകൊണ്ട് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്, എന്റെ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞിട്ട് പൊരുത്തം ചോദിക്കുകയാണ്,
ഞാൻ പറഞ്ഞു പൊരുത്തപ്പെട്ട് കൊടുത്തേട്. ഉമ്മ പറയുന്ന മോന്റെ സ്വഭാവം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ചാവക്കാട് പരിസരത്തൊക്കെ വരുമ്പോ അവിടെയൊക്കെ സ്റ്റേജിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ കളിയാക്കിയിരുന്നവനാണവർ. അവരെയൊക്കെ പോകുന്ന കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയിരുന്നവനാണവർ. എത്രയോ പേര് കളിയാക്കിയിട്ടുണ്ടാകും, വേറെ ജോലിയില്ലടാ, എന്തിനാണ് അവിടെ പോയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന പേര് മാറി ഒന്ന് കളിയാക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കൂട്ടുകാരനായിരുന്ന ഉസ്താദ്. ഒരാളുടെ പ്രസംഗത്തിനും പോവില്ല, ഒരു പള്ളിയിലും നിസ്കാരത്തിന് പോവില്ല. പക്ഷേ ഒരിക്കൽ അവനവന്റെ മൊബൈൽ ഇങ്ങനെ സെർച്ച് നടത്തിക്കൊണ്ടിരുന്നപ്പോ ഈ വിനീതന്റെ പ്രഭാഷണമാകുന്ന ഉമ്മയെ അറിയുക എന്ന പ്രഭാഷണമുണ്ട്. വന്ന് പറയുകയല്ല, ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു മാറ്റം വന്നു പോയാൽ, ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്കൊരു നസീഹത്തിലൂടെ ഒരു മാറ്റം വന്നു പോയാൽ അതിന് പകരമല്ലാതെ ഒരിക്കലും ചിരിക്കുന്ന കബറിന്റെ സുഖം കുടിച്ചുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിന്നോട് പറയുന്നത്. ആ സഹോദരനെ കുറിച്ച് ഉമ്മ പറയുകയാണ്. ഉസ്താദേവൻ മൊബൈലിലൂടെ ഇങ്ങനെ നോക്കി വന്നപ്പോ ഉമ്മയെ അറിയുക എന്ന് നെറ്റിലൂടെ ഇങ്ങനെ എഴുതി കാണിച്ചു. അവൻ ആ മൊബൈൽ ഊണാതിട്ട പ്രസംഗം കേട്ടപ്പോ ഉമ്മയെ ചവിട്ടിയതിന്റെ ശിക്ഷ പറയുന്ന, ഉമ്മയെ ഉപദ്രവിച്ചതിന്റെ ശിക്ഷ പറയുന്ന, കുറെ അലാബുകളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഉസ്താദ് അതിനകത്ത് പ്രസംഗിച്ചത്. ജീവിതത്തിലാകെ കേട്ട ഒരൊറ്റ പ്രസംഗം ഉമ്മയെ കുറിച്ചാ. പക്ഷേ ജീവിതത്തിന് ഏറ്റവും അധികം ഉപദ്രവിച്ചത് തന്നെയാണ്. ഇന്ന് അടിക്കാത്ത സ്ഥലമില്ല ഉസ്താദ്. ഒരു ഉമ്മയുടെ വിലാപമാണ്, ഒരു ഉമ്മയുടെ കണ്ണീരാണ്. നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെന്നറിയാൻ വേണ്ടി ചെറിയൊരു പരിസരമാണ്. സ്വന്തം മകന്റെ ഉപദ്രവമേറ്റുകൊണ്ട് വീടിന്റെ കത്ത് പുറത്താരോടും പറയാറ് ആ മകന്റെ കണ്ണുകൂടി പകർന്നുകൊണ്ട് വീട്ടിന്റെ കത്തൊടുങ്ങിക്കടിയുന്ന 9 മാസത്തോളം ഒരു കുഞ്ഞിനെ ഉദരത്തിനകത്ത് തുറന്നിട്ട് വേദനയോടെ പ്രസവിച്ച ഉമ്മ, ആ പൊന്നുവേ നിന്നെ നോക്കുമെന്ന് വിശ്വസിച്ച ഉമ്മ, ആ പൊന്നുവേ നിനക്ക് വിട്ടം തരുമെന്ന് കൊതിച്ചുപോയ ഉമ്മ, ഈ ഒരു ഗതികേടല്ലാതെ നിനക്ക് തരാതിരിക്കട്ടെ. ഉസ്താദേ, അവനെന്നെ ഒരുപാട് ഉപദ്രവിച്ചവനാണ്, എന്നെ ചീത്ത വിളിച്ചവനാണ്, ജനങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തിയവനാണ്. എല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു ഉസ്താദേ. പക്ഷേ ഒരു വ്യക്തിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ഞാൻ വല്ലാതെ തകർന്നു പോയി. ഒരു തെറ്റെനിക്ക് എന്റെ പൊന്നുപോല് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ആ തെറ്റെന്താണെന്ന് പേടിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു പറയൂ, ചെറുപ്പക്കാരാ ഉസ്താദേ, ഇന്ന് വരെ അല്ലാഹുവിന്റെ വിക്കറല്ലാതെ ഫസാദ് പറയാൻ ഞാൻ പോയിട്ടില്ല, നുണ പറയാൻ ഞാൻ പോയിട്ടില്ല, ഈബത്ത് പറയാൻ ഞാൻ പോയിട്ടില്ല. റസൂലിന്റെ സലാത്ത് വിട്ട് മദീനയിൽ കൊണ്ടുപോകാൻ കൊതിയോടെ പൊട്ടിക്കറന്നുകൊണ്ട് ചാവക്കാട് പരിസരത്തുള്ളോ മഴ പെയ്യുമ്പോ ചേർന്നിരിക്കുന്ന വീട്ടിന്റെ കത്ത് കഴിയുന്ന പാവപ്പെട്ടവളാണ്. ആരെങ്കിലും മക്കത്ത് പോയിട്ട് വരുമ്പോ അവർ തരുന്ന ചെറിയ കുപ്പിയിലെ സംഘം വെള്ളം കൊണ്ടുവന്ന് വീടിന്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് എല്ലാ ദിവസവും അതിൽ നിന്ന് ഒരിടപ്പൊളിച്ചു കുടിച്ചിട്ട് എന്നെ മക്കത്തെത്തിക്കണേ അല്ല എന്ന ദുആ പാവപ്പെട്ടവളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഡിസംബർ 31 രാത്രിയിൽ ഉസ്താദ് ചാവക്കാട് കടപ്പുറത്ത് പ്രഭാഷണം നടത്തുമ്പോ നമ്മളെല്ലാവരും അവിടെ വന്നു. ഉസ്താദ്, എന്റെ പൊന്നുമോൻ എന്ന പ്രസംഗത്തിന് വന്നില്ല. അവൻ കടപ്പുറത്തിന്റെ മറ്റൊരു ഭാഗത്ത് കണ്ണുപിടിച്ചുകൊണ്ട് കൂട്ടാട്ടം നടത്തിയവനാ. ഞാൻ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടും എന്റെ പൊന്നുമോൻ വന്നില്ല. 2 മണിക്ക് വീട്ടിലേക്ക് വന്ന മകനോട് എവിടെ പോയിരുന്നടാ നീ ഉസ്താദിന്റെ പ്രസംഗത്തിന് വരാത്തരണ്ടെന്ന് പേടിച്ചപ്പോ ദേഷ്യം കൊണ്ടുകൊണ്ട് അവൻ കണ്ണുപിടിച്ച് വേറെമില്ലാതെ വന്നവനാ. സോഫാസത്തിലേക്ക് എന്നെ മരത്തിൽ കിടത്തി ഉസ്താദ്. അവന്റെ കയ്യിലൊരു കണ്ണുകുപ്പിയുണ്ടായിരുന്നു. ആ കണ്ണിന്റെ അടപ്പെടുത്തിട്ട് കുപ്പിയുടെ വാച്ചുകത്തേക്ക് വെച്ചിട്ട് എന്റെ ഉസ്താദേ, അല്ലാഹു റസൂൽ ഹറാമെന്ന് പറഞ്ഞു, ഖുർആൻ ഹറാമെന്ന് പറഞ്ഞ കണ്ണു എന്റെ വാച്ചുകത്തോട് എന്നെ കുടിപ്പിച്ചു ഉസ്താദ്. എന്റെ പൊന്നുപോലും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. നാളെ മുത്ത് റസൂലിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും സംസം കുടിച്ച് പൊട്ടിക്കിടന്ന് എന്റെ വാക്യകത്തേക്ക് എന്റെ പൊന്നുപോട് കണ്ണുകുത്തി കുടിച്ചു വന്നപ്പോ എനിക്ക് സഹിക്കാൻ കിടന്നില്ല ഉസ്താദ്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കറിയില്ലടോ രക്തത്തിളപ്പിന്റെ യുവത്വത്തിന്റെ പ്രായത്തില് നീ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളെ കുറിച്ച് നിനക്കറിയില്ല. പക്ഷേ പൊന്നുപോര്, അല്ലാതെ ലോകത്തിന്റെ ആരാധകൾ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് നീ മനസ്സിലാക്കണേ. അതുകൊണ്ട് ഒരു ഉമ്മയെ കരയിപ്പിക്കല്ലേ, ഒരു ഭാര്യയെ കരയിപ്പിക്കല്ലേ, ഒരു കുടുംബത്തെ നിലവിളിപ്പിക്കല്ലേ. മഞ്ചാല സഹോ കള്ളുകുടിയനുമായി ആരെങ്കിലും സഹകരിച്ചു പോരാൽ ഹസറഹുല്ലോ യൗമൽ ഖിയാമത്തി അഅ്മാ.
അന്ധത ബാധിച്ചവരായി അവരെ അള്ളാഹു ആഖിറത്തിൽ കൊണ്ടുവരുന്നതാണ്. അന്ധത ബാധിച്ചവരായി കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം കേരളം നിത്യോപയോഗ സാധനമായ അരി ആഹാരത്തിന് വേണ്ടി ചെലവഴിച്ചത് 3000 കോടി രൂപയാണ്. അരിക്ക് വേണ്ടി ചെലവഴിച്ചത് 3000 കോടിയാണ്. കല്ലിന് വേണ്ടി ചെലവഴിച്ചതോ 18,000 കോടിയാണ്. ഒരു ദിവസം 3 നേരം അരി ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു നേരമെങ്കിലും കഴിക്കില്ലേ ഉച്ചയ്ക്ക്? അതിന് കേരളം മുഴുവനും തിന്നത് 3000 കോടി രൂപയുടെ അരി ആഹാരം. പക്ഷേ മദ്യമോ 18,000 കോടിയാണ്. 18,000 കോടിയാ മദ്യത്തിന്. കേരളത്തിൽ ഒരു ദിവസം 170 കുടുംബമാണ് പിന്നെ എന്താ ഡൈവോഴ്സ് ആയിക്കൊണ്ടിരിക്കും. 170 കുടുംബം ഒരു ദിവസം. അതിൽ 75% മദ്യത്തിന്റെ പേരിലാണ്. മദ്യത്തിന്റെ പേരിലാണ്. നിങ്ങൾ പറയും ഞാൻ കുടിച്ചിട്ട് മര്യാദയ്ക്കാണോ സാറേ ജീവിക്കുന്നത്, ആർക്കും ഒരു ഉപദ്രവമില്ല. പക്ഷെ നീ നിന്റെ പടച്ചോനെ ഉപദ്രവിക്കുകയല്ലേ. അള്ളാഹു നിനക്ക് തന്ന മുഞ്ചുള്ള നിന്റെ ശരീരം, ആരോഗ്യമുള്ള നിന്റെ ശരീരം അള്ളാഹു തകർന്നാൽ കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ? നിന്റെ വാഹനമൊന്ന് ചെറുതായിട്ട് തട്ടിയാ പോരെ, സർവ്വതും തകർന്നടിഞ്ഞില്ലേ പൊന്നുമോനെ? നിന്റെ ശരീരത്തിന്റെ ഞരമ്പിന് ഒരു ക്യാൻസറിന്റെ അണുക്കൾ കടന്നു എന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്റെ സഹോദര നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? ഒരു കുട്ടി കണ്ണു കാണുമ്പോ, കുറച്ച് നോട്ടുകെട്ട് കാണുമ്പോ, കുറച്ച് സുഖം കിട്ടുമ്പോ അല്ലാതെ ലോകത്ത് ചെയ്തത് അതൊന്നും നീ മറക്കാൻ പാടില്ല. എന്തുകൊണ്ട് നിനക്കൽ തന്നില്ല പടച്ചറമ്പുരോ? എന്തുകൊണ്ട് അല്ലാഹു നിനക്കത് തന്നില്ല പെണ്ണുവേറ്? എന്തുകൊണ്ട് പടച്ചോദരക്കൽ തന്നില്ല പെണ്ണുകള്? അല്ലാഹു ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠം കൊള്ളണം ചെറുപ്പക്കാരോ. ഈ കുറച്ച് അതിനുള്ളതാവറ്റോ നീ തീരുമാനിക്കുന്നവര് ഇഷ്ടത്തോടെ തീരുമാനമെടുക്കണ. അല്ലാഹുവേ ഈ മരിക്കുന്നവർ വരെ പടച്ചവരെ ഞാൻ കണ്ണുപിടിക്കുക. ചെയ്യുന്ന അനുഗ്രഹങ്ങളെ എണ്ണിയാ തീരുവോ ചെറുപ്പക്കാരാ? അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹം എണ്ണിയാ തീരുവോ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട് എത്ര രസമോ ചെറുപ്പക്കാരോ, എന്ത് സുഖമോ ചെറുപ്പക്കാരാ, എത്ര സന്തോഷമാ മുസ്ലിം പെണ്ണുകള്. പക്ഷെ എന്തിനാണ് ഈ നരകത്തെ പ്രേരിപ്പിക്കുന്ന കല്ലിന്റെ പിന്നാണ് ഈ സമുദായന്റെ തോട്ടതോടെന്തിനാ? എത്ര വെറുപ്പോടുകൂടി മുത്തരസോട് പറഞ്ഞതെന്നറിയോ? മൻ അഖറല കർലോ, ഒരു കള്ളുകുടിയിൽ ആരെങ്കിലും കടം കൊടുത്താൽ ഒരു മുസ്ലിമിനെ കൊല്ലാൻ സഹായിച്ചതിന്റെ ശിക്ഷയാണ് അവന് കിട്ടുന്നത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കള്ളുകുടിയനെ നിങ്ങൾ സഹായിച്ചാൽ, ഒരു കള്ളുകുടിയന് അവന്റെ ജീവിതത്തിൽ നിങ്ങൾ അവനെ സഹായിച്ചാൽ, കള്ളുകുടിയൻ രോഗിയായപ്പോൾ അവനെ പോയി കാണരുത് എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അപകടമാണത്! ഇന്ന് പലരും ഹലാലാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് പലരും അതിന്റെ പേര് മാറ്റി, വിസ്കി, ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയിട്ട് അല്ലേ, എത്ര പേരുകൾ, ജിന്ന്, മലക്ക്, ശൈത്താൻ, ഇതൊക്കെയാണ് ഇപ്പൊ കള്ളിന്റെ പേര്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം വരുമ്പോൾ കള്ളു എന്ന് പറയാതെ അതിന് വേറെ പേരുകൾ പറഞ്ഞുകൊണ്ട് സുലഭമായിട്ട് അത് ഉച്ചരിക്കപ്പെടും. എന്തൊരവസ്ഥയാണ്! മുത്ത റസൂലിന്റെ വാക്ക്, അല്ലാഹുവിന്റെ റസൂല് അങ്ങേക്കല്ലാതെ ലോകത്താർക്കാണ് നബി എങ്ങനെ പറയാൻ കഴിയുക? അങ്ങ് പറഞ്ഞതല്ലോ ലോകത്ത് നടന്നല്ലോ നബിയേ, അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നബിയേ, അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നബിയേ. കള്ളിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞതല്ല. ഇന്ന് കള്ളെന്ന പേര് മാറ്റി പല രൂപത്തിലും പല മോഡലിലും വിപണിയിൽ സജീവത നിലനിർത്തുമ്പോ മുത്ത് നബിയേ അവിടുന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിച്ചുവല്ലാം നബിയേ. ക്യാൻസർ അല്ലാഹു തരാത്തവര്, ട്യൂമർ അല്ലാഹു തരാത്തവര്, തകരാറല്ലാഹു തരാത്തവര്, ഹാർട്ട് അറ്റാക്ക് അല്ലാഹു തരാത്തവര്, മാരക രോഗമല്ലാഹു തരാത്തവര്, അതിന് നന്ദിയായിട്ടെങ്കിലും ഈ സദസ്സിൽ നിന്ന് തീരുമാനിക്കണം. ഇല്ല അല്ലാ, ഇനി ഒരവസരം കിട്ടിയാലും ഞാൻ കുടിക്കൂല അല്ലാ, ഇനി ഒരവസരം കിട്ടിയാലും ഞാൻ കുടിക്കൂല അല്ലാ. എന്ന് പറഞ്ഞവന്റെ
എന്നറിയോ? ഒരു കള്ളുകുടിയൻ ഒരു വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള പുഴകളിൽ നിന്ന് ഒഴിവെടുക്കാൻ പോലും പാടില്ല എന്നാണ് ഒഴുകുന്ന പുഴയിൽ നിരസില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുചരവൃത്തങ്ങളിൽപ്പെട്ട ഗസാലി ഇമാം പറയുന്നു. കള്ളുകുടിയൻ നടന്നു പോകുന്നതിന്റെ പരിസരത്തുള്ള പുഴ പോലും എനിക്ക് വിഷമമുള്ളതാ. അല്ലാഹുവേ, റോഡിലൂടെ എത്രയോ വാഹനങ്ങൾ കള്ളു വാങ്ങി വെച്ചിട്ട് കടയിലിറങ്ങിയിട്ട് ഒരു ക്ലാസ് തരുവോ എന്ന് പറഞ്ഞ ആ ക്ലാസിനകത്ത് കള്ളൊടിച്ചു കൊടുത്തിട്ട് ആ ക്ലാസ് തിരിച്ച് കടയിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോ ആ ക്ലാസിൽ പോലും താര കൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവര്, എന്തിനേറെ ഇവിടം വരെ ഹറാമാക്കിയെന്നറിയോ? വെറും തമാശയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു, വെറും തമാശയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. കൂട്ടുകാരിങ്ങനെ പരസ്പരം പറയൂലേ, മാപ്പായും കൊച്ചാപ്പായും കാണിക്കുന്നുണ്ടല്ലേ മക്കൾ വളരുക. അവരിങ്ങനെ വെറുഞ്ചായ ഒഴിച്ചിട്ട് ചിയേഴ്സ് എന്ന് പറഞ്ഞ് പരസ്പരം ഗ്ലാസ് മുട്ടിച്ചിട്ട് കുടിച്ചാൽ അതും ഹറാമാണ്. അത് ഹറാമാണെന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചതിന്റെ ശിക്ഷയാ. എന്തേ കരുതി? വെറുതെ ഒന്ന് അഭിനയിച്ചാൽ പോലും ഹറാമാണ്. അള്ളാഹു അത്രയ്ക്ക് വെറുപ്പാ. അള്ളാഹു അത് അത്രയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ചിലർക്ക് എന്ത് എത്ര രസം. എന്റെ സഹോദരങ്ങളെ, ഡ്യൂട്ടി ഫ്രീയിൽ ഒരിക്കൽ ഞാൻ കണ്ടതാ. അബൂദാബിയിലെ പരിപാടി കഴിഞ്ഞ് വരുമ്പോ എന്റെ കൂടെ വന്ന കാസർഗോഡ് ജില്ലയിലെ ഹംസ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, ഇവിടെ നിന്ന് കുറച്ച് സോപ്പും കുറച്ച് പിന്നെ പാൽപ്പൊടിയും ഒക്കെ നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ വേഗം എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിന് ഇപ്പൊ വേണമെങ്കിൽ പ്രസംഗിക്കാൻ 2 ദിവസം പ്രസംഗിക്കാനുള്ള ഒരു വിഷയം ഞാനിപ്പോ തരാം. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. വല്ലാഹി ഹക്ക്, ഈ മജ്‌ലിസിൽ നിന്നുകൊണ്ട് ഇത്രയും നാള് വാതു പറഞ്ഞ നാവ് കൊണ്ട് നിങ്ങളോട് കള്ളം പറയാൻ പാടില്ല. ആ സദസ്സിൽ ഞാൻ നോക്കുമ്പോ ഊട്ടിയിൽ മദ്യം നിൽക്കുന്ന സ്ഥലത്ത് മസ്തയിട്ട പെണ്ണ്, മസ്തയിട്ട ഉമ്മ, നല്ല ഈമാന്റെ പ്രകാശം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഉപ്പ. കാണുമ്പോ അറിയാലോ, അഭിനയിക്കുന്നവരെ കാണുമ്പോഴറിയാം. മോളെടുത്തിട്ട് ഡാഡിയോട് ചോദിക്കാണ്, ഇതെങ്ങനെ ഉണ്ടാവും ഡാഡി, ഈ സാധനം എങ്ങനെ ഉണ്ടാവും? നിങ്ങളിപ്പോ പറയും അങ്ങനെയൊക്കെ ചോദിക്കൂ സാറി, വെരി വെരി സിമ്പിൾ. ഇപ്പൊ ചോദിക്കണ്ട, 3-4 കൊല്ലം കൂടി കഴിയുമ്പോ മോക്ക് എന്താ ഒപ്പിച്ച് കൊണ്ടുവരേണ്ടത്? ഇത് മതിയെന്ന് മോൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന കാലം വരാൻ പോവാ. പെണ്ണുങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവര് പറയും സീരിയലിൽ കുടിക്കുന്നുണ്ടല്ലോ, സിനിമയിൽ കുടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് വലിയ അപകടമൊന്നുമില്ല, നമുക്കും കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളും തുടങ്ങിക്കഴിഞ്ഞു. അല്പമൊക്കെ അത് ചില വിവരം കെട്ട ആണത്വമില്ലാത്ത ഭർത്താക്കന്മാർ അതിന് തുടക്കം കുടിക്കാം. ഗൾഫിൽ നിന്ന് വന്നിട്ട് അവന് കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ പറയും, എടി ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമില്ല, കാരന്മാരെ ആറാമെന്ന് പിന്നെ ഇത് വലിയ ആറാം, അവിടെ എത്രയോ മൂലാക്കന്മാർ, അവിടെ ഫുള്ള് മൂലാക്കന്മാർ, ഇത് എന്നെ ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു അല്പം ഒഴിച്ചങ്ങോട്ട് ഇത്താക്ക് കൊടുക്കാം. ഇത്ത അങ്ങോട്ട് കുടിച്ചൊരു 100-150 ഒരു നിപ്പങ്ങ് നിൽക്കുക, ആടി. അപ്പൊ ഇത്ത വിചാരിക്കും ഇത് കൊള്ളാം, കുഴപ്പമില്ല, തരക്കേടില്ല. ഇങ്ങനെ ഈ പെണ്ണും അതിനടിമയാവുക. തലയുടെ ആ പെരുപ്പ് നിനക്ക് സമാധാനം കിട്ടാനാണെന്ന് കരുതിപ്പോയാൽ, മുത്തുനബി പറയുന്നു, ഒരു കള്ളുകുടിയനെ സഹായിച്ചാൽ അവന് പോലും, ഒരു കള്ളുകുടിയനെ സഹായിച്ചാൽ അവന് പോലും അദാബാണ്. തീർന്നില്ല പെണ്ണ്, കള്ളുകുടിയനായ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന പെണ്ണ്. ഇത് കേട്ടിട്ടവരെ പട്ടിണിക്കിടാൻ പറ്റുകയില്ല. പക്ഷേ കരയണം പെങ്ങളെ. ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ ഒരു സുഖവും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. വടക്ക് ഭാഗത്ത് മരണപ്പെട്ടു പോയ പാറന്നൂർ സാറ് അല്ലാഹു ഖബർ ചെറിയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. 22 പ്രാവശ്യം ആയിരക്കണക്കിന് ജനങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വീണ്ടും ആയിരക്കണക്കിന് ജനങ്ങൾ ബാക്കിയാണ്. സമയം തികഞ്ഞു പോയി. ഉസ്താദിനെ കൊണ്ടുവന്നടക്കി. തലേ ദിവസം പ്രിയപ്പെട്ട ഉസ്താദിന്റെ സഹധർമ്മിണിയോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവളെ, എന്നും നീയല്ലേ എന്നെ കുളിപ്പിക്കുന്നത്, ഇന്ന് ഒരു സോപ്പ് തീരുന്നത് വരെ നല്ലതുപോലെ തേച്ച് കുളിപ്പിക്കണം പെണ്ണേ. ഭാര്യ പറയുന്നു, എന്തിനാണ് അവിടെ അങ്ങനെ പറയുന്നത്? നീ എങ്ങനെ കുളിപ്പിക്കുമെന്നേ, കുളിപ്പിച്ച് ഭർത്താവ് പറഞ്ഞ
പറഞ്ഞതുപോലെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ പ്രിയതമന്റെ ശരീരമൊക്കെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോ ആ പ്രിയപ്പെട്ടവൻ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ എന്നെ കുളിപ്പിച്ചിരുന്നു. ആ പെങ്ങൾ പറയുന്നു, അരേ സാറ്, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ കുളിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് സാറ് പറഞ്ഞു കൊടുത്തത്, ഇനി ഒരു പക്ഷേ നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പിറ്റന്നാള് ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, പിറ്റന്നാളാ ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. അവർക്കൊക്കെ കുടുംബജീവിതത്തിന്റെ എത്ര മധുരമാണ് അവർ ആസ്വദിച്ചു പോയത്, എത്ര സുഖമാണ് അവർ നുകർന്നു പോയത്, എത്ര ആനന്ദമാണ് അവർ ആഗ്രഹിച്ചു പോയത്. നിന്റെ ഭർത്താവ് കണ്ടുപിടിച്ചാൽ എന്ത് രസമാണ് നിന്റെ ജീവിതത്തിന് അല്ലാഹു തരുന്നത്. ഒന്നുമില്ല നിങ്ങളെ, നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് കാര്യമില്ല. പൊട്ടിക്കരഞ്ഞോ പെങ്ങള്, ഭക്ഷണത്തെ മുമ്പ് കൊണ്ട് വെച്ചിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു, വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിന്റെ വില നിനക്കറിയില്ല പെങ്ങള്. റസൂലുള്ളാഹിയുടെ പൊന്നുപോ ഫാത്തിമ ബീവറിയല്ലാഹുന്ന ഈ അടുത്ത സമയത്ത് നൗസാറുദാക്കൾ സേതിന് പറഞ്ഞു തുടങ്ങിയ വിഷയമാ കരളാട് ഫാത്തിമ. അല്ലാഹുവേ, എന്തോരനുഭൂതിയാ, എന്തോരു സന്തോഷമാ. മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയം കേട്ടിട്ട് അതിന്റെ തുടർഭാഗമായിട്ട് കരളാട് ഫാത്തിമ എന്ന വിഷയം പറയുമ്പോ സാധുമാര് കിതാബിലൂടെ കാണിച്ചു വരികയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തിലെന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട 3 വസിയത്തുകൾ ഭർത്താവിനോട് കൊടുത്തതാ. അതിൽ ഒരു വസിയത്ത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെ. കണ്ണുപിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഭർത്താവിന്റെ മുന്നിൽ ജീവിതം ഓടിപ്പിക്കപ്പെട്ട പെണ്ണ്, ഒരു പുളിങ്കൊമ്പത്തെ കുടുംബമാണെന്ന് പറഞ്ഞ് എന്റെ വാപ്പ പിടിച്ച് കെട്ടിച്ചു കൊടുത്തതല്ലേ. എത്രയോ പാവപ്പെട്ടവരെന്നെ പെണ്ണ് ചോദിച്ചതാ. അന്ന് എന്റെ വാപ്പാക്ക് കുറച്ചിലല്ലായിരുന്നു. അവന് വലിയ കൊട്ടാരമില്ല, അവന് വലിയ നീളമുള്ള വാഹനമില്ല, അവന് പേരും പെരുമയുമില്ല. ഇന്നെന്താ ഇപ്പോഴടാ പണത്തിന്റെ പിന്നാലെ പേ പിടിച്ചവരെ പോലെ വാലാട്ട് നടന്നിട്ട് അറിവ മക്കളുടെ ജീവിതം നരകതുല്യമാകട്ടെ. എന്ത് സമാധാനമാണ് വാപ്പാ നിനക്ക് കിട്ടിയത്. 10 ഏക്കർ കിട്ടിയാ നിനക്ക് തികയോ, 1 കോടി രൂപ കിട്ടിയാ നിനക്ക് തികയോ. നിന്റെ പൊന്നുപോയി പുഞ്ചിരിച്ചുകൊണ്ടപ്പാ എനിക്ക് റാഹത്താണെന്ന് പറയുന്നതിനേക്കാളും ലോകത്തേത് കോടിയാണ് പൊന്നുപോലെ നിന്നെ സന്തോഷിപ്പിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ 1ാമത്തെ വസിയത്ത് എന്തെന്നറിയുമോ പെങ്ങളേ? ഞാനത് പഠിച്ചപ്പോ ഞെട്ടിപ്പോയതാ. ലോകത്തൊരു പെണ്ണിനും അങ്ങനെ പറയാൻ കഴിയില്ല, ഒരു പെണ്ണിനും പറയാൻ കഴിയില്ല. ഉസ്താദുമാരുടെ പെണ്ണാകട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ഉസ്താദുമാരുടെ ഭാര്യമാരാകട്ടെ, അങ്ങനെ പറയാൻ ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളോട് പറയുകയാണ്, ആ മടുപ്പത്തിൽ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കരുകയാണ്. അലിയാർ തങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് വീഴുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട 3 വസിയത്തിലൊന്ന് എന്റെ അലിയാരുകള്, ഞാനിന്ന് മരിക്കുകയല്ലോ, ഞാൻ മരണപ്പെട്ടാൽ നമ്മുടെ മക്കളെ നോക്കാം, നിങ്ങളെ നോക്കാം. ഉമാമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് പെങ്ങളെ, നിങ്ങളോട് വല്ലാത്ത സ്നേഹമാ. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളെ നിങ്ങളൊന്ന് നിക്കാഹ് കഴിക്കണേ എന്ന് ലോകത്തൊരു പെണ്ണിനും പറയാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണം കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹിയുടെ കരളെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. എന്റെ സഹോദരങ്ങളെ, ആ ഗൗരവം നിങ്ങളുടെ ഭർത്താവിന് അറിയാത്തതുകൊണ്ട് അവൻ കണ്ടുപിടിച്ചു വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, അവൻ കണ്ടുപിടിച്ചു വന്നിട്ട് നിങ്ങളെ ശകാരിക്കുന്നത്. എത്രയോ കുടുംബത്തിൽ അങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ അത്അമ ശാരിബൽ ഖംരി ലുഖ്മാ, കള്ളുകുടിയെന്ന് ഒരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, കള്ളുകുടിക്കുന്നവന് ഒരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഖാരിഫാ, അവന്റെ ശരീരത്തിന് വേണ്ടി മാത്രം കബറിന്റെ അകത്ത് പാമ്പുകളെയും തേളുകളെയും അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. കള്ളുകുടിയന് ഊരുള്ള ഭക്ഷണം ഒരാൾ കൊടുത്താൽ അഡിക്റ്റായി പോയി ഉസ്താദേ, അതിൽ നിന്ന് മാറാൻ കഴിയും. ആരാ പറഞ്ഞ് മാറാൻ കഴിയില്ല?
നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഊരുള്ള ഭക്ഷണം ഒരു കല്ലുകുടിയന് നിങ്ങൾ കൊടുത്താൽ അവന്റെ ശരീരത്തിന് വേണ്ടി അല്ലാഹു തീരുമാനിക്കുന്നു പാമ്പുകളെയും തേളുകളെയും. അറിയോ, ഈ അടുത്ത് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ വന്ന ഒരു ഖബറിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. ഫേസ്ബുക്ക് ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ വീട്ടിലും ആ ചെറുപ്പക്കാരും ഇപ്പൊ മൊബൈൽ എടുത്ത് വെക്കും. ഇതെന്നെ ജോലി. നെല്ല് ഉമ്മാമാര് പണ്ട് ചിക്കിയിടുന്ന പോലെ ഇങ്ങനെ. ഇപ്പൊ ചോറ് കൊണ്ടുപോകുമ്പോ വെച്ചാലും എന്ത് കൊണ്ടുപോകുമ്പോ വെച്ചാലും ഇതെന്നെ ജോലി. ഇങ്ങനെ ആക്കി അങ്ങനെ ആയിപ്പോയ. പക്ഷെ അതിനിടയിൽ ചില ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ മനസ്സിൽ തട്ടുന്ന ചില ചിന്തനീയമായ ചിത്രങ്ങൾ ആ ഫേസ്ബുക്കിലൂടെ അയക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു ചിത്രം ഈ അടുത്തൊരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് കാണിച്ചു. ഒരുപാട് ഖബറുകളുടെ ഫോട്ടോ അങ്ങനെ മൊബൈലിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. ഖബറിന്റെ അകത്ത് ഇത്ര പോലും, ഇത് വിശാലമായ രീതിയിലുള്ള പ്രസംഗ പീഠമാണ്, ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത പുള്ളക്കുടിയുടെ അകത്ത് ഒരു മയ്യത്ത് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് 6 അടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ കാണുന്ന രംഗമുണ്ടല്ലോ. 6 അടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗം, ആ രംഗമാണ് ഈ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന രംഗമാണ് ഇങ്ങനെ മൊബൈലിന്റെ ഫോട്ടോയിൽ ഇങ്ങനെ പതിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, മനസ്സിൽ വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ മരണപ്പെട്ടാൽ ഖബറിന്റെ അകത്ത് എന്നെ കൊണ്ടുവച്ചാൽ, ആ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഞാൻ ഒരു പക്ഷേ മലർന്നു നോക്കിയാൽ, കഫം പുടവയിലൂടെ എല്ലാവരും അടുത്ത് മുകളിലാണ്, ഉമ്മയെ ഇറക്കി വെച്ചു, ഉപ്പയെ ഇറക്കി വെച്ചു, ഇനി മണ്ണിടുകയാണ്. അങ്ങനെ മണ്ണിടാൻ പോകുമ്പോ നീ മുകളിലേക്ക് നോക്കിയാൽ അതിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന രംഗമെന്ന് ചിന്തിക്കുകയോ ചെറുപ്പക്കാരാ. എന്തേ നിനക്ക് ബോധമില്ലാത്തതാ, എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതാ. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കറമ്പേ. അവിടെയാണ് സ്വർഗത്തിന്റെ ഊർണീങ്ങൾ സഹോദരനെല്ലാവുന്നവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റും പിടിച്ചത് എവിടെയാണ്? സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുത്തത് എവിടെയാണ്? ആ ഖബറിന്റെ അകത്ത് കിടന്ന് റോഡിലേക്ക് നോക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ നിന്ന് സന്തോഷത്തോടെ താരാട്ട് പാടും അവർക്ക് നിനക്ക് വരുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? പക്ഷേ നീ കണ്ണുകുടിയന് ഭക്ഷണം കൊടുത്തോ, കണ്ണുകുടിയന് നീ വെള്ളം കൊടുത്താ നിന്റെ ശരീരത്തിലല്ലാതെ തീരുമാനിക്കുന്നതെന്താ? പാമ്പുകളെയും തേളുകളെയുമാണ് എന്ന് ആയിഷബീവറിയല്ലാതെ എന്ന് പറയുകയാണ്. ആരെങ്കിലും ഒരു കല്ലുകുടിയന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത്, ഒരു കല്ലുകുടിയന്റെ വിശ്രമമാരെങ്കിലും മാറ്റിക്കൊടുത്താൽ അവൻ ഇസ്ലാം പൊളിച്ചുകളെയാ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സംരക്ഷിച്ചു പോകവനാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇനി വേണോ എന്ന് നീ തീരുമാനിക്കടാ, ഇനി വേണോ എന്ന് നീ തീരുമാനിക്കണോരേ. എന്ന് പറഞ്ഞ നബിയേ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായാൽ കല്ലിന് വേണ്ട നബിയേ. സഹാബികൾ പറഞ്ഞു വേണ്ട നബിയേ, ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നബിയേ എന്ന് പറഞ്ഞ് ഓരോരുത്തരാക്കി പോയെങ്കില് എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് ഒഴിവാക്കാൻ കഴിയാത്തത്, എന്തേ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്? സുബ്ഹാനല്ലാഹ്, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളില്ലേ, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടത്തില് 85% കല്ലുകുടിച്ചതിന്റെ പേരില്ല. അപൂർവം ചില അപകടങ്ങൾ മാത്രമാണല്ലാതെ സംഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാഹുവിന്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞത് വേണമെന്ന് ആര് വാശി പിടിച്ചിട്ടുണ്ടോ അവർക്ക് വല്ലാതെ പരാജയപ്പെട്ടിട്ടുണ്ട് മോനെ, അവർക്ക് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് മോനെ. ദുനിയാവിൽ മാത്രമല്ലല്ലോ, ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന സമയം മുതൽ നീ പരിശോധിച്ചു നോക്കുക.
കള്ളുകുടിയുടെ സ്വസ്ഥതയും കൊടുക്കുന്നതായി ചരിത്രത്തിലൊരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നതല്ല, ഒരു ഭാഗത്തും നമുക്കറിയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പൊന്നുമോന്, ആ കള്ളിൽ നിന്ന് ഒഴിവായിട്ട് നല്ലൊരു കുടുംബ ജീവിതം നിനക്ക് നയിച്ചോട്, നല്ലൊരു സന്തോഷമുള്ള ജീവിതം നിനക്ക് നയിച്ചോട്. ഇന്ന് കള്ളെന്ന് പറയുന്നത് ഏറ്റവും അധികം സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും മനുഷ്യന്റെ ഹരമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ഒരിക്കൽ അള്ളാഹു തന്നെ ചോദിച്ചതാണ്, എന്റെ അടിമകളെ നിന്റെ വലയിൽ വീഴ്ത്താൻ എളുപ്പമുള്ള സമയങ്ങൾ ഏതൊക്കെയാണ്? ഇബ്ലീസിനോട് അള്ളാഹു ചോദിച്ചു, നിനക്ക് വളരെ സിമ്പിളായിട്ട് അവരെ നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമയം ഏതൊക്കെയാണ്? ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനെ വല്ലാത്ത സന്തോഷവും വല്ലാത്ത സങ്കടവും കൊടുക്കുന്ന സമയം. ഏറ്റവും അധികം സന്തോഷം കിട്ടിയാലും പ്രശ്നമാ, ഏറ്റവും അധികം സങ്കടം കിട്ടിയാലും പ്രശ്നമാ, രണ്ടും കിട്ടിയാൽ പ്രശ്നമാ. ഏറ്റവും അധികം സന്തോഷം ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം. പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം കല്യാണം ഒരു വലിയ സംഭവമല്ല. അവൻ 5 വയസ്സ് മുതൽ ബ്ലൂടൂത്തും മറ്റേ ഊത്തും ഒക്കെ ആയിട്ട് നടക്കില്ലേ. അപ്പൊ അവന് വലിയ പ്രയാസമൊന്നുമില്ല. ഇതൊക്കെ എത്രയോ, നിങ്ങൾ ആലോചിച്ച് 15-14 വയസ്സുള്ള ഒരു പൊന്നുമോൻ ഉമ്മയുടെ നഗ്നചിത്രം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ കാത്തിരിച്ചിട്ടെ. അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മ, മക്കളെ പേടിക്കേണ്ട കാലഘട്ടമാണ് ഉമ്മ. 15 വയസ്സുള്ള മകൻ വീട്ടിലുണ്ടെങ്കിൽ ബാത്റൂം പരിശോധിച്ചിട്ടേ ഒരു ഉമ്മാക്ക് ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കാൻ പറ്റുള്ളൂ. പേടിയാ, ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പേടിയാ. നാം ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ മക്കൾ നമ്മ അത്ര വൃത്തികേടോടുകൂടി നമ്മെ കാണുന്ന ഒരു രംഗത്തിലേക്ക് സംസ്കാരം അടുപ്പതിച്ചു പോയെങ്കിൽ കുറച്ചു നാളുകൾ കഴിയുമ്പോൾ കള്ള്, ഇപ്പൊ ആ നിയമം വന്നിട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു പത്രവാർത്തയിൽ കണ്ടതാണ്, കള്ള് നമ്മുടെ വീട്ടുമുറ്റത്ത്, ബാറിൽ പോണ്ട, ക്യൂ നിൽക്കണ്ട. ഇപ്പൊ നമ്മുടെ ഇപ്പോ ഈ ബെൽറ്റ്, വയറ് കുറയ്ക്കാനുള്ള ബെൽറ്റ് ഈ നമ്പറിലൊക്കെ കൊണ്ട് ഞെക്കിയാൽ മതി, എപ്പോഴേ വീട്ടിൽ കൊണ്ടുവരൂലേ. എക്സസൈസ് ചെയ്യാനുള്ള മിഷൻ, വയറ് കുറയ്ക്കാനുള്ള പിന്നെ ബെൽറ്റ്, അടുക്കളയിലെ ഉപകരണങ്ങൾ, മുട്ട വീണുടഞ്ഞു പോയാൽ മുട്ട തുടച്ചെടുക്കാനുള്ള, വീട് ക്ലീൻ ചെയ്യേണ്ട സാധനമൊക്കെ താത്തമാര് മിസ് കോൾ അടിച്ച് അണ്ണന്മാര് കൊണ്ട് ഓട്ടം തന്നെ. ഇതുപോലെ ഒരു മിസ് കോൾ അടിച്ചാൽ കള്ള് നിങ്ങളുടെ വീട്ടിലാണ്. ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പുല്ല് പറയം വേണോ, പിടിച്ചു പറയം വേണോ, നിന്ന് തുള്ളണത് വേണോ, കമന്നടിക്കണത് വേണോ, അള്ളണത് വേണോ, എന്ത് വേണോന്ന് പറഞ്ഞാൽ അപ്പോഴേ കൊണ്ടുവരും. പുല്ല് പറയനൊക്കെ കുടിച്ചാൽ പിന്നെ 1-ാം തീയതി കമന്നത് കിടന്നാൽ 30-ാം തീയതി വരെ പുല്ല് പറയും എന്നെ ജോലിയാ. പള്ളി പറഞ്ഞിക്കൊണ്ടായി കൊടുത്താൽ കബർ വൃത്തിയാക്കാം ഓരോ വലിയ വരുന്ന. ഇതൊക്കെയല്ലേ, ഇതൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓർത്തു നോക്കിയേ, മദ്യത്തിന്റെ പരസ്യം ഞാൻ നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ ക്രിക്കറ്റിൽ മദ്യത്തിന്റെ പരസ്യം എന്റെ ഷർട്ടിൽ, എന്റെ ബനിയനിൽ വെക്കാൻ പാടില്ല എന്ന അഭിമാനത്തോട് പറഞ്ഞ മുസ്ലിം കായിക ശക്തിയുടെ ഓജസ്സിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും എന്നറിയോ? അതൊക്കെയാണല്ലോ പവർ. അവിടെയാണ് ഈമാനിന്റെ കരുത്തവിടെ. ചങ്ക് പൊട്ടിപ്പോയാലും എന്റെ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കുക അവിടെയാണ്. നിങ്ങളിവിടെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, അവസരം കിട്ടിയാൽ ആരും അറിയില്ല, ഒരു കൂട്ടുകാരും അറിയില്ല, ഒരാളും അറിയില്ല. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള മദ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്, ആരും അറിയില്ല. 1 മാസം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകുള്ളൂ, അപ്പോഴേ നമ്മൾ ചെന്നത് അറിയുള്ളൂ. അതുകൊണ്ട് ആരും അറിയാതെ സുരക്ഷിതമായിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു കൈ നോക്കുമെന്ന് മനസ്സിൽ സ്വയം തോന്നിയാൽ അവനും കണ്ടുപിടിച്ചതിന്റെ അതാപ് അല്ലാഹു കൊടുക്കും. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. ഒറ്റയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ രാത്രി ഒറ്റയ്ക്ക് ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ നിന്റെ പടച്ചവനോട് പറയണം, നിനക്ക് കണ്ണു തന്ന അല്ലാ, നിനക്ക് കാതു തന്ന അല്ലാ, നിനക്ക് കാല് തന്ന അല്ലാ, എല്ലാ അനുഗ്രഹങ്ങളും ഒരു പേമാരി പോലെ തിരിഞ്ഞു തന്ന രാജനാരെ പടച്ചവനോട് ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഉമ്മയറിയാതെ, ഉപ്പയറിയാതെ, കുടുംബത്തിലൊരാൾ പോലും അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് പറയാ സാധിക്കട്ടെ ചെറുപ്പക്കാരാ. ആ മുസല്ലയിൽ നിന്നുകൊണ്ട് പറയുക, അല്ലാ, ഇത് ഞാനും നീയുമായിട്ടുള്ള സംസാരമാണ് റബ്ബേ. മരിക്കുന്നവരെ എന്റെ റൂഹ് പിരിയുന്നവരെ അല്ലോ, ഒരു തുള്ളി മദ്യം ഞാൻ ഇനി എത്ര അവസരം കിട്ടിയാൽ കുടിക്കൂലെന്ന് നിന്നോട് ഞാൻ തരുന്ന വാക്കാണ് പടച്ചവനേ എന്ന് പറയണം. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പോയ ഒരു സഹോദരൻ റൂമിന്റെ അകത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാ? അവിടെ ചെന്നപ്പോൾ ഇവിടത്തെ കള്ളുകുടി കാരണം അതിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഖത്തറിലേക്ക് വിട്ടത്. അവിടെ ചെന്നപ്പോൾ അവന് കള്ള് കിട്ടുന്നില്ല, കാരണം പരിചയമാകുന്നതേ ഉള്ളൂ.
രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. കമ്പനിയൊക്കെ ആയ പരിചയമാവുന്നതേ ഉള്ളൂ. റൂമിന്റെ അകത്ത് കിടന്ന് വല്ലാത്ത സ്വസ്ഥത, സ്ഥിരം കുടിക്കുന്ന സമയമാകുമ്പോ വല്ലാത്ത അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ തല ചെവരിലിടിച്ച് പൊട്ടിക്കാൻ പോവാ, എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കണ്ടു അതിന്റെ അപകടം. പിശാച് അവസാനം അവനെ എടുത്തടിക്കുകയാണ്. എന്ത് ചെയ്തു? ഒരു തുണ്ട് കയറി ആ റൂമിന്റെ അകത്തെ പേരിൽ ആ സഹോദരന്റെ മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ സ്വദേശിയായ അക്ബർ എന്ന സഹോദരന്റെ ജീവിതം അവസാനിപ്പിച്ചത് സമയത്ത് കള്ളു കിട്ടാത്തതിന്റെ പേരിൽ. ഈ സമുദായത്തിന്റെ യുവാക്കളൊക്കെ ഞെട്ടി വീഴുമ്പോ ഓരോ പ്രാവശ്യവും വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നവനാ ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വള്ളക്കടവ് പള്ളിയിൽ എന്റെ പ്രിയ സഹോദരനാണ് കാട്ടുപറാക്കൽ പള്ളിയിൽ അടക്കം ചെയ്ത ആഫീസ് എന്ന് പറയുന്ന പൊന്നുപോന് വേണ്ടി ആരക്കുമ്പോ വല്ലാതെ പൊട്ടിത്തകർന്നത് എന്തിനെന്നറിയോ? 17, 18, 20, 25 വയസ്സാറ് ഇസ്ലാമിന്റെ തുണക്കുട്ടന്മാരാകേണ്ടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോ അത് സഹിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ, അത് താങ്ങാൻ പറ്റൂല മുസ്ലിമേ. എന്റെ മഞ്ഞമലയുടെ ഉമ്മമാരോട് ചോദിക്കുകയാ, നിങ്ങളുടെ മക്കൾ എത്ര പേരായി കസേരയിലുള്ളത്? നിങ്ങളുടെ മക്കൾ എത്ര പേരാണ് ഈ കസേരയിലുള്ളത്? ഇപ്പോഴും പൂരപ്പറമ്പ് നിറങ്ങുന്ന, ഇപ്പോഴും ബുധരേജിന്റെ മുമ്പലിക്കുന്ന, ഇപ്പോഴും പ്രിയപ്പറന്ന കപ്പാത്ത് ബഹളം വെക്കുന്നു എത്രയോ ചെറുപ്പക്കാരൻ ഉമ്മമാരെ നിനക്ക് കാണാ. ഇവിടെ വന്നിരിക്കുന്ന പുന്നോമന മക്കളെ കണ്ടു. ഒരുപക്ഷെ എല്ലാവരും ഇതായില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ശരിയാണ് സാറേ, ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടമല്ലോ. അതുകൊണ്ട് എന്തിനാണ് ഈ അടിമത്തം ചെറുപ്പക്കാരാ? ത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിഞ്ഞിട്ട് ഹിദായത്തിന്റെ പേമാരിയിലേക്ക് മടങ്ങി വന്നോ പൊന്നുമോന്, മടങ്ങി വന്നോ പൊന്നുമോന്. കള്ളെന്ന് പറയുന്ന ഏറ്റവും വലിയ മാരക വിശത്ത ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് ഇജ്ജത്തുള്ള ചെറുപ്പക്കാരനായിട്ട് ജീവിച്ചോ, ഇജ്ജത്തുള്ള ചുണക്കുട്ടനായിട്ട് ജീവിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ, കള്ളിന്റെ ഭയാനകരമായ അവസ്ഥകളെ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മടങ്ങി വരികയാ. ഏറ്റവും അധികം സന്തോഷമുണ്ടാകുമ്പോ അവരെ ഞാൻ വലയിലാക്കുമല്ല, ഏറ്റവും അധികം സങ്കടമുണ്ടാകുമ്പോഴും ഞാൻ വലയിലാക്കുമല്ല. വാപ്പ മരിച്ചു പോകുമ്പോൾ അന്ന് രാത്രിയിൽ അവന് പാർട്ടിയാണ്, ഉമ്മ മരിച്ചു പോകുമ്പോ പാർട്ടിയാണ്, ഭാര്യ പ്രസവിച്ച് 2 മക്കളും മരിച്ചു പോയാ അതിന്റെ പേരിൽ അവന് പാർട്ടിയാണ്. അല്ലാഹു, എത്ര സങ്കടം വന്നാലും കല്ലുപിടിയാണ്, എത്ര സങ്കടം വന്നാലും കല്ലുപിടിയാണ്. എന്നാ സന്തോഷം വന്നാലോ, ശമ്പളം കൂടുതൽ കിട്ടിയാലോ, ഭാര്യ പ്രസവിച്ചാലോ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാകുന്ന വിവാഹമുണ്ടല്ലോ, കല്യാണമുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുന്ന ദിവസമാ. ആ സന്തോഷത്തിന്റെ തലേ ദിവസം കണ്ടുപിടിച്ച് വൃത്തികേടുകളെ കാണിക്കുന്ന ചെറുപ്പക്കാരാ. പണ്ട് മലബാറിലും കണ്ണൂരിലും കാസർഗോഡും മാത്രമുണ്ടായിരുന്ന വിവാഹ മാമാകത്തിന്റെ പരിഗണകള് എന്ന തിരുവനന്തപുരത്തിന്റെ കടമെടുത്തോ എന്ന് സംശയിച്ചു പോകുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോ, അല്ലാഹുവിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, പടച്ചവനോട് ഒരല്പമെങ്കിലും നന്ദി നിനക്കുണ്ടെങ്കിൽ, അല്ലാഹു എന്തെല്ലാം നിനക്ക് തന്നടാ, അല്ലാഹു എന്തെല്ലാം നിനക്ക് തന്നുപോര്. എറണാകുളം ജില്ലയുടെ മാറമ്പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ അല്ലാഹുവേ, 23 വയസ്സ് പ്രായമുള്ള പ്രിയപ്പെട്ട സാധിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടുപോയതാ. 7 മാസത്തിന് മുമ്പ് വാഹനാപകടം നടന്നതാ. ഇന്ന് കാലനക്കാൻ പറ്റുന്നില്ല, കയ്യനക്കാൻ കഴിയുന്നില്ല, വായു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വായു തുറക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയാണ് സ്പൂണിലൂടെ വെള്ളവും പാലും മരുന്നും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഒരു മയ്യത്തിന് കാവലിരിക്കുന്ന ഉപ്പ, അതുപോലെ കാത്തിരിക്കുന്ന ഉമ്മ ഭ്രാന്ത് പിടിച്ചവരെ പോലെ ആയിരിക്കുകയാണ്. ഉസ്താദേ, ഞാൻ കുളിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ, എന്റെ പൊന്നാരെ പൊന്നുപോൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്റെ മഞ്ഞമലയിൽ അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, നിന്റെ ഒരു ഞരമ്പൊന്ന് തെറ്റിയാ മതിയടാ. നീ മൂക്കറ്റം കുടിച്ച കണ്ണ് നിന്നെ രക്ഷപ്പെടുത്താൻ വരുവോ, നിന്റെ കൂട്ടുകാർ നിന്നെ സഹായിക്കാൻ വരുവോ? എന്തൊക്കെയാണ് നീ പോത്തങ്കോട് മലമറിച്ചത്, എന്തൊക്കെയാ നീ 16-ാം മൈലിൽ മലമറിച്ചത്? ഒരു കുട്ടി കണ്ണുകെട്ടിയപ്പോ സ്വന്തം മാതാവിന് കൂട്ടിക്കൊടുക്കാൻ മനസ്സ് കാണിച്ച
കാടക്കം മരണിച്ചതോടെ മനസ്സിന്റെ ഉടമകളാക്കി നിന്ന മാറ്റ ആ കല്ലിന് സാധിച്ചതോരെങ്കിൽ ചെറുപ്പക്കാരാ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിയ പൊന്നുമോര് ഈ ഡിസംബർ 31 നമുക്കതിനുള്ളതല്ലടാ. ഈ ഡിസംബർ 31 നമുക്കതിനുള്ളതല്ലടാ. മലപ്പുറം ജില്ലയുടെ മാറന്തോറിന് ഈ ഡിസംബർ 31 ഔസാദ് രാഘവ് പ്രസംഗിക്കുന്നത് മദ്യത്തെക്കുറിച്ച് മാത്രമാ. അവിടുത്തെ സംഘാടകരാരെന്നറിയോ? എന്റെ മഞ്ഞമലയിലുള്ള ശ്രീകുമാറും പ്രസന്നനും സന്തോഷും സുരേഷ് രമേശും പ്രദീപും ഒക്കെ പഠിച്ചുകൊള്ളുക. മലപ്പുറം ജില്ലയുടെ മാറന്തോറിന് ഔസാദ് രാഘവയുടെ പ്രസംഗത്തിന് 100 സംഘാടകരുണ്ടെങ്കിൽ അതിൽ 25 പേരും ഹൈന്ദവ മതത്തിൽപ്പെട്ട സംഘാടകരാണ്. ഉസ്താദേ, നമുക്കതൊന്ന് ഒഴിവാക്കിയെടുക്കണം ഉസ്താദേ. നമ്മുടെ നാട്ടിൽ കണ്ണുപിടിച്ചുകൊണ്ട് മാരകരോഗത്തിനടിപ്പെട്ട എത്രയോ പേരുണ്ടെന്നറിയോ? എനിക്കൊരേ ഒരു നിർബന്ധമുള്ളുകൊണ്ട് പ്രിയപ്പെട്ട വിട്ടമാര് നമ്മളും മരിച്ചു കിടന്നോ നമ്മുടെ മയ്യത്തിന്റെ അരികിലേക്ക് അല്ലാഹുവേ ഒരു കള്ളുകുടിയനെയും നീ കൊണ്ടുവരല്ലോ. അത് രാഷ്ട്രീയ നേതാവാകട്ടെ, അത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകട്ടെ, അതിന്റെ നാട്ടിലെ കൂട്ടുകാരാകട്ടെ, കൊണ്ടുവരാ പാടില്ലടാ. സംഗീതമുള്ളവന്റെ പാടമയ്യത്തിന്റെ മുമ്പ് നിന്ന് കള്ളു കുടിച്ചു നിൽക്കുന്നവരെ ചലിച്ചു പിടിച്ച് പുറത്താക്കണമടാ. എന്ത് പാടമയ്യപ്പ് കാണാ. കള്ളു കുടിച്ചവരെ നിനക്ക് കഴിയില്ലടാ. ഈ വീട്ടിൽ നിറങ്ങടാന്ന് പറയാൻ നിനക്ക് സാധിക്കണം. അവന്റെ കൂടെ ശാപമുണ്ട് മോന്, അവന്റെ കൂടെ ശാപമുണ്ട് മോന്. പക്ഷേ മഞ്ഞമലയിലെ ഉപ്പ നീ മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാറ്. ആ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കള്ളുകുടിച്ച മകനാണെങ്കിലോ, കള്ളുകുടിച്ച മകനാണെങ്കിലോ അല്ലാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണമല്ലോ. ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് പടച്ചവനെ ഒരു കള്ളുകുടിയും നീ തരല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ വരണ്ടേ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പൊരുത്തം വേണ്ടേ പ്രിയപ്പെട്ടവര്. എന്റെ ഉമ്മമാര് നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി പോവാറുന്നു. എന്റെ ഇഷ്ടമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പോവാറുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യത്തിൽ നിന്ന് മഞ്ഞമലയിൽ വന്ന സഹോദരങ്ങള് ഈ സത്യം ശ്രമിക്കുന്നവരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. 3-4 ആഴ്ച കൊണ്ട് വള്ളക്കടവിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മദ്യമാ. അൽഹംദുലില്ലാഹ് 1, 2, 3 തീരുന്നത് ആ പള്ളിയുടെ വിരിമാറിൽ പൊട്ടിക്കരന്നുകൊണ്ട് മുത്തറസൂലിനെ കുറിച്ച് 3 ദിവസം പ്രഭാഷണം നടത്തുമ്പോ അതിന്റെ സമാപന ദിവസം അവിടെ ചരിത്രമോ. എത്രയോ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോവുകയാ. ഇറങ്ങിക്കൊല്ലണം ഉസ്താദുമാരെ, ഇറങ്ങിക്കൊല്ലണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്. നിങ്ങൾ പറയും അവർ കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരാ. അങ്ങനെ കാര്യം നോക്കിയതുകൊണ്ട് ബനീസ്രായേലിനെ അല്ലാഹു ശിക്ഷിച്ചതെന്ന് മറക്കല്ലേ. അവരവരുടെ തെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ മുഖം മൂടി വാലോടി എന്നപ്പോ അല്ലാഹുവിന്റെ അതാത് ഒരുമിച്ചിറങ്ങിയില്ലേ. ഞങ്ങളെ കൊണ്ട് കഴിയുന്നവരാകട്ടെ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നവരാകട്ടെ. എനിക്കുറപ്പാണ് 101% ഉറപ്പാണ്. അൽഹംദുലില്ലാഹ് എത്രയോ ചെറുപ്പക്കാര് മാറിയിട്ടുണ്ടെന്നറിയോ, എത്രയോ കൂട്ടുകാരെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നറിയോ. നേരിട്ട് അനുഭവമാ. എത്രയോ ചെറുപ്പക്കാര് പൊട്ടിക്കരണ്ട അനുഭവമാ. അതിലൊരു അനുഭവം മഞ്ഞമലയിൽ ഉണ്ടാകട്ടെ ചെറുപ്പക്കാരാ. നിങ്ങളൊക്കെ കുടിയന്മാരാണെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ സന്തോഷം മലവെല്ലുന്ന കല്യാണത്തിന്റെ ദിവസങ്ങളില് എന്തിനാ ചെറുപ്പക്കാരോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിങ്ങള് കല്ലിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നത്? എന്റെ സഹോദരങ്ങള് ഈ 2 സമയത്ത് അവർ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഐശ്വര്യന്ന് പറയുകയാ. ഒരാൾ ആദ്യം കള്ളുകുടിച്ചു പോയാൽ, ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളുകുടിക്കാൻ പോവുകയാ. അങ്ങനെ ആദ്യം ഒരാൾ കള്ളുകുടിച്ചു പോയാൽ അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന അദാബെന്തെന്നറിയോ? അയാളുടെ ഹൃദയത്തെ അല്ലാഹു കറുപ്പിച്ചു കളയുന്നതാണ്. ആദ്യം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ ഉസ്താദേ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഹൃദയം കറുത്തിരിക്കും. അത് പിന്നെ വെളുക്കില്ല. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ തൗബയാ. നിലവിളിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനതിലേക്ക് മടങ്ങില്ല റബ്ബേ എന്ന ശക്തമായ തീരുമാനത്തിന്റെ തൗബ. അല്ലാതെ ഒരു കള്ളു കുടിച്ച് അസ്തഗ്ഫിറുള്ള, അടുത്ത കള്ളു കുടിച്ച് വീണ്ടും അസ്തഗ്ഫിറുള്ള, അങ്ങനെയല്ലേ.
ഈ കള്ളു കുടിച്ചപ്പോൾ അതിന്റെ സുഖവും രസവും ഞാൻ അറിഞ്ഞപ്പോഴാണ് പടച്ചവനെ എന്തുകൊണ്ടാണ് നീ ഇത് ഹറാമാക്കിയെന്ന് മസ്തല എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് കണ്ടുകുടിച്ചുകൊണ്ട് ഒരു കവി പറഞ്ഞതുപോലെ തോന്നുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ നിനക്ക് പറഞ്ഞിട്ടില്ല. പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്യുക, ഇനി മടങ്ങൂലെന്ന് തീരുമാനിക്കും. ഒരു പ്രാവശ്യം കുടിച്ചാൽ ഹൃദയത്തിൽ അല്ലാഹു കറുപ്പ് തരികയാണ്. രണ്ടാമത് കുടിച്ചാലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം അല്ലാഹു അടച്ചു കളയുകയാണ്. ഇനി അവനാ കവാടമില്ല. മൂന്നാമത് കുടിക്കുമ്പോഴോ അവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്. നമ്മുടെ ആകെ പ്രതീക്ഷ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മഞ്ഞമലയിലെ സഹോദരങ്ങളെ, പോരാ, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ വാതിന് വരാൻ തയ്യാറാണ്. പക്ഷേ തളർത്തിക്കളയല്ലേ ചെറുപ്പക്കാരാ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവേശം നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരാള് കണ്ടുപിടിക്കുന്നു. അവരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പൂർണ്ണമായും ഒഴിവാകുന്നതാണ്. മുത്തുനബിയേ, അങ്ങയുടെ സ്വഭാവത്തല്ലാതെ പ്രതീക്ഷയില്ല നബിയേ. എന്തുണ്ട് സഹോദരങ്ങളെ എടുത്ത് കാണിക്കുക, എന്തുണ്ട് പെങ്ങളെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുക. ആ പുന്നാര നബിതങ്ങളാണ് നമ്മുടെ ആകെ പ്രതീക്ഷ. മുത്തുനബിതങ്ങളാണ് ആകെ പ്രതീക്ഷ. മുത്തായ റസൂലാണ്. ആ മുത്തുനബിതങ്ങൾ കല്ലുകുടിക്കുന്നവരിൽ നിന്ന് ഇടിഞ്ഞു പോവുകയാ. ഇന്നനാ നെറുജൂയില കൈസി ഹൗദിക്കൽ അല്ലാസ് യൗമനസിരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവേ, ഔദുൽ കൗസറിന്റെ ഭാഗത്തേക്കതല്ലാതെ നിനക്ക് കഴിയൂലടാ. റസൂലുള്ള നിന്നിൽ നിന്ന് ഒഴിവാകുകയോ, മുത്തുനബി നിന്നിൽ നിന്ന് ഒഴിവാകുകയാണ്. എന്റെ പെങ്ങള്, വെള്ളക്കടവ് മുസ്ലിം ജമാഅത്തിന്റെ മദ്രസയിൽ പോകാത്ത ഒരു പെങ്ങള്, മദ്രസയിൽ പോയിട്ടില്ല. ഞാനിവിടെ ചെന്നതിന് ശേഷം വനിതാ ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാത്രം തലമറച്ച പെങ്ങളാ, ഖുർആൻ ഓതി പഠിച്ചു പോയ പെങ്ങളാ. അല്ലാഹു, ആ പെങ്ങൾ തന്ന മനോഹരമായ കത്ത് വെള്ളക്കടവ് പള്ളിയുടെ മേശക്കകത്തുണ്ട്. എന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിറങ്ങുന്നറിയൂ, ഉസ്താദേ, എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു. മദ്രസയിൽ പോയിട്ടില്ല, പക്ഷേ മനസ്സിലുള്ള മുത്തുനബിതങ്ങളോടുള്ള മഹബ്ബത്താ. ലക്ഷക്കണക്കിന് സലാത്താണ് ആ പൊന്നുപോൽ നാവുകൊണ്ട് ചൊല്ലി തീർത്തു പോയത്. ആ പെങ്ങളിൽ നിന്ന് ഉസ്താദ് പ്രവാചക പ്രേമമെന്നത് ഒരു കല്ലിന്റെ മാസ്മരികത പോലെ എന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് സാറ്. എന്റെ പൊന്നാറ് സാറ്, ഒരു ദിവസം ഞാൻ എന്റെ മുത്തുതങ്ങളെ സ്വപ്നം കണ്ടു സാറ്. ഒരു വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കണ്ടുപോയി. വെള്ളക്കടവിലെ പാവപ്പെട്ട ചോരി പ്രദേശത്ത് കോളനിയിൽ കഴിയുന്ന ഉമ്മയാണ്. റസൂലുള്ളാഹിക്ക് പിന്നെ കോളനിയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് പിന്നെ ചേരി പ്രദേശമൊന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പാവപ്പെട്ടവരെന്ന് പണക്കാരെന്നുണ്ടോ? ഒക്കെ റസൂലിന്റെ മനസ്സിളക്കി കൊടുത്താൽ മഞ്ഞമലയുടെ മനോഹരമായ മഞ്ഞ് വീഴുന്ന ഉള്ളറയിലേക്ക് പെങ്ങളോ, മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതാ പെങ്ങള്, കടന്നു വരുന്നതാ പെങ്ങള്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നിനക്ക് തരട്ടെ. ആ പെങ്ങള് പറയുന്നു, സാറേ, എനിക്കൊരു യോഗ്യതയുമില്ല, എത്ര അനുഭവം അതുപോലെ ഉണ്ടായെന്നറിയോ. അതുപോലെ മദ്രസയിൽ 3ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ 4 ദിവസം മുമ്പ് വടകരയിൽ കോട്ടക്കിലെന്ന് പറയുന്ന കുഞ്ഞാലിമരക്കാർ ഷഹീദിന്റെ നാട്ടിൽ പ്രസംഗിച്ചപ്പോ അല്ലാഹു ആ സരസ്വതി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാ, ഉസ്താദേ, നിങ്ങൾ ഉസ്താദുമാർക്ക് വേണ്ടി ദുആരക്കുണ്ട്, എനിക്ക് ഉസ്താദില്ല. 3ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഉസ്താദുമാരാരെന്ന് എനിക്കറിയില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നല്ല നല്ല ബന്ധങ്ങളുണ്ടെങ്കിലാണ് ആഖിറത്തിൽ വിജയിക്കുക എന്ന്. എന്റെ ഉസ്താദേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഉസ്താദേ, ഇന്നലെ ഒരു
ഒരു സ്വപ്നം കണ്ടു സാറ്. നിങ്ങൾ എപ്പോഴും പൊട്ടിക്കരന്നുകൊണ്ട് പ്രസംഗിക്കാറുണ്ടല്ലോ കാളമ്പാടി ഉസ്താദിനെ കുറിച്ച്. ഒരു മുടികതിരിയുടെ വെട്ടത്തിരുന്നുകൊണ്ട് ബുഖാരി എന്ന കിതാബ് സ്വർണ്ണിക്കുന്ന കോരക്കകത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാം. മനസ്സ് കാണിച്ച മനംമാറ്റത്തിന്റെ ഈമാനിന്റെ മാറ്റടിയെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന് എനിക്ക് ഉസ്താദുമാരില്ലല്ലോ, എനിക്ക് ദീനുമാര് ബന്ധമില്ലല്ലോ. ഈ അടുത്താണ് ഞാൻ ഫാത്തിഹ സൂറത്ത് പഠിച്ചത്, ഈ അടുത്താണ് ഞാൻ നിസ്കാരം തുടങ്ങിയത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇന്നെന്റെ ഉസ്താദ് കാളമ്പാടി ഉസ്താദാണ്. ഞാൻ ചോദിച്ചെങ്ങനെയാണ് കാളമ്പാടി ഉസ്താദിനെ കണ്ടിട്ട് പോലുമില്ലല്ലോ. ആ സഹോദരൻ പറയുന്ന ഉസ്താദ് എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഞാൻ ഫോട്ടോയിലൂടെ കണ്ടതാ, ഇതാണ് കാളമ്പാടി ഉസ്താദ് എന്ന് മനസ്സിലാക്കിയതാ. ഒരു യാത്രയിൽ എന്റെ ഭവനത്തിലേക്ക് എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഉസ്താദ്, എനിക്ക് പ്രാസംഗികന്മാരായ നിങ്ങളല്ലാതെ വേറെ ഉസ്താദുമാരില്ലായിരുന്നു. പക്ഷേ കാളമ്പാടി ഉസ്താദിന്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് ഒരു കിതാബ് എടുത്തിട്ട് ഒരു പേനയെടുത്തിട്ട് എന്റെ വലത്തെ വിരൽ തുമ്പ് പിടിച്ചിട്ട് അനുസന്ധിക്കാറ്. എന്നിട്ട് എന്നോട് പറഞ്ഞതോട് നിന്റെ ഉസ്താദ് ഇന്ന് മുതൽ ഞാനാരടാ, നിന്റെ ഉസ്താദ് ഇന്ന് മുതൽ ഞാനാരടാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഈ ഒരു മാതൃക നിങ്ങൾ മറക്കല്ലോ, ഈ ഒരു ബന്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കല്ല ചെറുപ്പക്കാരാ. നമുക്ക് ആവശ്യമുള്ളത് നല്ല നല്ല മാതൃകകളാണ്, നല്ല നല്ല സ്വപ്നങ്ങളാണ്, നല്ല നല്ല ബന്ധങ്ങളാണ്. അതറിയാതിന് റസൂലുള്ളോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കി എന്നറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. മുത്തായ നബി തങ്ങളോട് പിണക്കമുള്ളവരെ കണ്ണുപിടിച്ചു കൊള്ളുക, എനിക്ക് റസൂലുള്ള വേണ്ടം ചെയ്യുന്നവരെ കണ്ണുപിടിച്ചു കൊള്ളുക. അസറായിരുവെന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് എന്റെ സമുദായമേ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമം ആശിക്കായ മനസ്സിന്റെ കത്തുകൊണ്ട് നടക്കാണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ.